നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കാനാണ്. അവർക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ കുറച്ച് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബാക്കിയുള്ളവര് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ദിവസം അവരും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ അധികം സമയം എടുക്കാതെ ഫാത്തിമ ടീച്ചറിനെ വിളിക്കുകയാണ്. അവിടെ നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ടീച്ചറെ കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വോയിസ് ക്ലിയർ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫാത്തിമ ടീച്ചറെ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. അനുജ ടീച്ചർ പറയുന്ന കേൾക്കുന്നില്ല. ഒന്നും കേട്ടില്ലേ? ലാസ്റ്റ് പറഞ്ഞത് വ്യക്തമായില്ല. പറഞ്ഞോളൂ, ടീച്ചർ പറഞ്ഞോളാം. ഓക്കെ ടീച്ചറെ. ഇന്റർവ്യൂ ഞാൻ നല്ല ടെൻഷൻ അടിച്ചാണ് ഇന്റർവ്യൂവിന് പോയത്. കാര്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ കയറിയപ്പോൾ തന്നെ അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് എന്നെ കയറ്റിയത്. പറഞ്ഞോ ടീച്ചറെ. പറഞ്ഞ ശേഷം പിന്നെ സയൻസ് അല്ലേ പഠിച്ചതെന്ന് ചോദിച്ചു. ഡിഗ്രിക്ക് ഞാൻ പറഞ്ഞു അതെ സാർ സയൻസ് ആണ് പഠിച്ചത്. അപ്പം എന്നോട് ചോദിച്ചു സയൻസ് പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ കഴിയുന്ന ആൻസർ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു എന്താണ് സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അതും പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ബെസ്റ്റ് ഓഫ് ലക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. നല്ലൊരു അനുഭവമായിരുന്നു. കാര്യം ഞാൻ ടെൻഷൻ അടിച്ച് പോയിട്ട് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. പിന്നെ അവിടെ ചെന്ന് എനിക്ക് ആൻസർ പറയാൻ പറ്റിയതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചർച്ചയിലൂടെ ആയിരുന്നു. കാര്യം ഈ ഗ്രൂപ്പിൽ ഇത്രയും ചർച്ച നടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അത്രത്തോളം ആ ഒരു ആശയങ്ങൾ നിൽക്കും. നമ്മളപ്പം അവിടെ പോയി പറയണമെങ്കിൽ എന്താ നമ്മുടേതായ ഭാഷയിൽ വേണം നമ്മൾ അവിടെ പോയി ആൻസർ പറയാൻ. അപ്പം ഈ ഗ്രൂപ്പിൽ ഇത്രത്തോളം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വോയിസ് പറഞ്ഞ് ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ അത്രത്തോളം അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവിടെ ചെന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ആൻസർ പറയാൻ കഴിയുന്നതും. ഞാൻ പ്രിപ്പയർ ആവാതെ പോയിട്ടും എനിക്കത് പറയാൻ കഴിഞ്ഞത് ഈ ഗ്രൂപ്പ് ചർച്ചയിലൂടെയാണ്. അതെനിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ്. എനിക്ക് നല്ലൊരു ഒരു അനുഭവമായിരുന്നു അത്. അനുജ ടീച്ചറിനോട് നല്ലൊരു താങ്ക്സ് പറയാനുണ്ട് അതിന്. വളരെ വളരെ ഉപകാരപ്പെട്ടു. ഞാൻ 2 ആഴ്ച മുമ്പാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു. അതുമാത്രമല്ല അനുജ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ടീച്ചറിന് കുറച്ചുകൂടെ എനർജി ആവണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ ഓക്കെ എനർജി ആവാമെന്ന് ടീച്ചറിന് മെസ്സേജ് ഇട്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു അതുപോലെ തന്നെ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചറിന് കുറച്ചുകൂടെ എനർജി ആവാം, LP പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ, കുറച്ചുകൂടെ എനർജി ആവാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ സത്യത്തിൽ അനുജ ടീച്ചറിനെ ഓർത്തായിരുന്നു. എന്നെ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഒരുപാട് സന്തോഷം ഫാത്തിമ ടീച്ചറെ. കുറച്ച് നാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുക എന്ന് പറഞ്ഞാല് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പ്രായം നമുക്ക് ചിലരിൽ എന്നെക്കാൾ മൂത്തവർ ഇതിലുണ്ട്, എന്നെക്കാൾ ചെറിയ കുട്ടികളുണ്ട്, ഒരേ തരക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് മെന്ററായി ഇരിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ പിന്നിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ വരിക. നിങ്ങളിലേക്ക് എന്തൊക്കെ എത്തിക്കണമെന്ന് പല വഴികൾ സെർച്ച് ചെയ്തും പലരോട് സംസാരിച്ചുമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൃത്യമായി വർക്കുകൾ ചെയ്തിടുക. ഫാത്തിമ ടീച്ചർ കുറച്ചുകൂടി നേരത്തെ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ ശരിക്കും ടീച്ചറെ ഞാനും ആ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ നേരത്തെ ജോയിൻ ചെയ്തായിരുന്നു സത്യത്തിൽ എനിക്കും കുറച്ച് എനർജി ആയിട്ട് എനിക്ക് അവിടെ പറയാൻ കഴിയുമായിരുന്നു. ഞാൻ സത്യത്തിൽ ഞാൻ ആലോചിച്ചു. പക്ഷെ ടീച്ചറിനെ കണ്ടു കിട്ടിയേ താമസിച്ചു പോയി. ഞാൻ വേറൊരു ഗ്രൂപ്പിലല്ല വേറൊരു ആപ്പിൽ ഇന്റർവ്യൂവിന് വേണ്ടി ജോയിൻ ചെയ്തതാണ്. പക്ഷെ അവിടെ ഡയറക്റ്റ് റെക്കോർഡ് ക്ലാസ്സാണ് തരുന്നത്. നമുക്കിപ്പം ഇന്റർവ്യൂവിന് ചെന്ന് പറയണമെങ്കിൽ നമ്മുടേതായ ഭാഷയിലല്ലേ നമുക്ക് ചെന്ന് പറയാൻ പറ്റൂ. അപ്പം ഈ റെക്കോർഡ് ക്ലാസ് കണ്ട് നോട്ട് എഴുതി അതിൻ്റെതായ ഇതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടേതായ ഭാഷയിൽ ഇങ്ങനെ പറയണമെങ്കിൽ ഈ ചർച്ചകൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ആ ടീച്ചറിന്റെ ആ റെക്കോർഡ് ക്ലാസ് യൂട്യൂബിലെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ടീച്ചറിന് കമന്റ് ഇടുന്നതും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. സത്യത്തിൽ നല്ല ഹെൽപ്ഫുൾ ആയി ഈ ചർച്ചകൾ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം ടീച്ചറെ. ബന്ധങ്ങൾ മുറിയാതിരിക്കട്ടെ.
നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പ് ടീച്ചറെ ആദ്യം ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് തന്നെ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ട് ആ വാട്സപ്പിൽ വോയിസ് ഇട്ട് ആ വോയിസ് തന്നെ വീണ്ടും ക്യാൻസലാക്കി വീണ്ടും ഇട്ട് വീണ്ടും ക്യാൻസലാക്കി. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ആശയം അതുപോലെ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് നമ്മൾ ഇന്റർവ്യൂവിന്റെ മുമ്പിൽ നമ്മളത് പറയുന്നത്. അതാണ് ഈ ചർച്ച ഇത്രയും ഹെൽപ്ഫുൾ ആവുന്നത്. അതെ, നിങ്ങൾ പലതവണ നിങ്ങൾ തന്നെ ആ ടോപ്പിക്കിലൂടെ നിങ്ങൾ പോകുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു, നോട്ട് തയ്യാറാക്കുന്നു, പറയാൻ ശ്രമിക്കുന്നു. ആദ്യത്തെ വോയിസ് ശരിയാവുന്നില്ല, ഡിലീറ്റ് ചെയ്യുന്നു, രണ്ടാമത് വോയിസ് റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നു, ചിലപ്പോൾ അത് പോകുന്നു. അത് കഴിഞ്ഞ് എത്ര തവണ നിങ്ങൾ പരിശ്രമിച്ചിട്ടായിരിക്കും ആദ്യ ഘട്ടങ്ങളിൽ വോയിസുകൾ ഇടുക, അല്ലേ? അപ്പോ അത് കഴിയുമ്പോഴേക്കും നമ്മൾ അത്രത്തോളം നമ്മളെ മനസ്സിലെ ആശയം തങ്ങി നിൽക്കും. അതെ അതെ. അപ്പോ ഒരുപാട് സന്തോഷം ടീച്ചറെ. പിന്നെ തുടരുക ഞങ്ങളോടൊപ്പം. മറ്റേ ഗ്രൂപ്പുണ്ട്, വേറൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്തേക്ക് പിന്നെ കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ ടീച്ചറെ, താങ്ക് യു. ഓക്കെ, ടീച്ചറിന് ലെഫ്റ്റ് ആവണമെങ്കിൽ ആവാൻ, നെറ്റൊന്നും ഇല്ല, പുറത്തൊക്കെ നിൽക്കല്ലേ. ഓക്കെ. സുധിനി ടീച്ചറെ കേൾക്കാമോ? സുധിനി ടീച്ചറെ കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ഓക്കെ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഗ്രൂപ്പിലെ ചർച്ചകളൊക്കെ നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഒരുപാട് സന്തോഷം. അപ്പം ടീച്ചറെ അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ ഒരു വേദിക്ക് വേണ്ടിയിട്ടാണ് അധികം നിങ്ങളോട് ചോദിക്കാതിരുന്നത്. നമുക്ക് റെക്കോർഡഡ് ആയിട്ട് വേണം ഇനിയുള്ളവരെ, ഇനിയും എനിക്കിത് തുടരാൻ കഴിഞ്ഞാൽ അടുത്ത ബാച്ചിലേക്കും അടുത്ത വർഷങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ എക്സ്പീരിയൻസുകൾ വേണമല്ലോ, എല്ലാവരും കേൾക്കണം. എങ്ങനെയാണ് അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് തീരട്ടെ. അപ്പോ ടീച്ചർ പറഞ്ഞോളൂ. ടീച്ചർ, ഇത് എനിക്ക് ശരിക്കും ഇത് എന്റെ മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യത്തെ 2 ഇന്റർവ്യൂകളിലും ഇങ്ങനെ ഒരു പഠിത്തം ഒന്നുമില്ല, വെറുതെ പോകുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഇങ്ങനെ യാതൊരു പ്രിപ്പയറും ഇല്ലായിരുന്നു. ഞാൻ ടീച്ചറുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണമല്ലോ, പഠിക്കണമല്ലോ എന്നൊക്കെ മനസ്സിലാകുന്നത് തന്നെ. അധികം ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടും ഒരുപാട് നോട്ടൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇവിടെ എഴുതിയിടുന്ന നോട്ടുകളൊക്കെയാണ് കൂടുതലും ഞാൻ എടുത്തതും പഠിച്ചതും ഒക്കെ. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് അത്രയും ടൈം ഇല്ലായിരുന്നു ടീച്ചറെ. അപ്പോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഒന്നുമില്ല, ഒരു ടെൻഷനും തോന്നിയില്ല. കാരണം അത്രയും ഇവിടുന്ന് ഇത്രയും ഞാൻ പഠിച്ചല്ലോ. മുമ്പുണ്ടായിരുന്ന ഇന്റർവ്യൂകളിൽ ഞാൻ ഒന്നും നോക്കാതെയാ പോയിരുന്നത്. അപ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നൊരു ബോധത്തിലാണ് പോകുന്നത്. 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പോസിറ്റീവായിട്ട് ചിരിച്ച് സന്തോഷത്തോടെയാണ് ആ സുദിന കയറി വരൂ എന്ന് പറഞ്ഞു അകത്തേക്ക് ചെല്ലുമ്പോ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞിട്ട് 3 പേര്, 2 സാറും ഒരു മാഡവും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എന്നോട് ചോദിക്കുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചറെ ഈ ടീച്ചിങ് മാനുവൽ എന്നൊക്കെ പറയുന്നത് ഒരു സമയം കൊല്ലിയല്ലേ ടീച്ചറെ? അപ്പൊ എനിക്ക് ഈ സമയം കൊല്ലി ആ വേട് കേട്ടപ്പോ തന്നെ അനുജി ടീച്ചർ അടുത്തിരിക്കുന്ന ഒരു ഫീല് വന്നു കേട്ടോ. സത്യം പറയാലോ, ടീച്ചർ നമ്മുടെ ഒരു ക്ലാസ്സില് ദിനാചരണം പറഞ്ഞപ്പോ ടീച്ചർ ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിന് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ അത് കേട്ട കുട്ടികൾക്ക് ഓർമ്മ കാണും ആ ക്ലാസ്സിലുണ്ടായിരുന്ന. അപ്പോ അതൊരു സമയം കൊല്ലിയല്ലേ ടീച്ചറെ? നമുക്കൊക്കെ കുറച്ച് ക്ലാസ്സുകൾ ഇപ്പൊ കഴിയുമ്പോഴത്തേക്കും ടീച്ചിങ് മാനുവലിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് പിന്നെ അതങ്ങ് പഠിപ്പിച്ചാൽ പോരെ, നമുക്ക് ടെസ്റ്റ് കിട്ടുമ്പോൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് LP തലത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ടീച്ചർ കേൾക്കാമോ? ടീച്ചറെ, അഞ്ജു ടീച്ചറെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ടീച്ചറെ, കേൾക്കാം. എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു, അപ്പം ഇങ്ങനെ മുറിഞ്ഞു കാണുമ്പോൾ ഞാൻ വിചാരിച്ച് കേൾക്കുന്നില്ല. അപ്പോ ടീച്ചിങ് മാനുവലില് വേണമോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പം ടീച്ചിങ് മാനുവൽ വേണം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ടീച്ചിങ് മാനുവൽ? ഇപ്പൊ പല ക്ലാസ്സിലെ കുട്ടികൾ പലരും പല നിലവാരമല്ലേ, അപ്പോ എത്ര ടീച്ചിങ് മാനുവൽ എഴുതേണ്ടി വരും? ഓരോ കുട്ടിക്കും ഓരോ ടീച്ചിങ് മാനുവൽ എഴുതേണ്ടി വരത്തില്ലേ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോ ടീച്ചിങ് മാനുവല് എന്താണ്, എന്തൊക്കെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ടീച്ചറെ ചോദിച്ചത്. പിന്നെ അതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. എനിക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നു. ടീച്ചർ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ തനിച്ചല്ല എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു ടീച്ചറെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചോദിച്ചത് ജൈവവൈവിധ്യ പാർക്ക് ഉണ്ടോ, വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ജൈവവൈവിധ്യ പാർക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത് അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ
ഈ അടുത്ത്, അതായത് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, അതുകൊണ്ട് ഇവിടെ വരുന്നതിന് മുമ്പുള്ള ദിവസം ജൈവവൈദ്യ പാർക്കുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് ക്ലാസ്സിൽ ചെയ്തത്. അപ്പൊ ഞാൻ അതിന് മുമ്പ് ചെയ്തത് പഠന പിന്തുണ പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ ടീച്ചറെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ ലാംഗ്വേജ് ലാബിനെ പറ്റിയാണ് ചോദിച്ചത്. എന്താണ് ലാംഗ്വേജ് ലാബ്, അതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പോ ഞാൻ ഇക്വിബോ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ചോദിച്ചത് ഒരു കവിത ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, അതും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു കവിത പാടാൻ പറഞ്ഞായിരുന്നു. ഞാൻ നല്ലൊരു പാട്ടുകാരിയൊന്നുമല്ല, ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാടി തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ ഒരു താരാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ താരാട്ട് ഒരു 3 വരിയൊക്കെ ആകുമ്പോൾ തന്നെ നിർത്താൻ പറയും. ഈ ലാംഗ്വേജ് ലാബ് നമ്മളെ കൊണ്ട് ഒരുപാടൊന്നും പറയിക്കത്തില്ല, കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പിന്നെ അതുപോലെ കവിത ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു സാറാണ് ആദ്യം ചോദിച്ചത് കവിത. അത് കഴിഞ്ഞിട്ട് അതിന് കൂടെ തന്നെ ചേർത്ത് അടുത്ത സാറ് പറഞ്ഞു ഇപ്പൊ പാടി നിർത്തിയെടുത്തുന്ന ഒന്നുകൂടി പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇരയിമ്മൻ തമ്പിയുടെ താരാട്ട് പാട്ടില്ലേ, ഓമന തിങ്കളായിരുന്നു പാടിയത് താരാട്ട് ചോദിച്ചപ്പോ. ഇപ്പോ പരിപൂർണേന്ദു ആ ലൈൻ വന്നപ്പോ നിർത്താൻ പറഞ്ഞിട്ട് എന്താണ് അതിന്റെ മീനിങ്, ആ വേർഡിന്റെ മീനിങ് എന്താണ്, ഇതായിരുന്നു ചോദിച്ചത്. നമ്മള് പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ടീച്ചറെ, ഒരു ടെൻഷനോ ഒന്നും ഇല്ല, വളരെ സന്തോഷത്തോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഒക്കെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഇത്രേ ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റിനകത്ത്, അത്ര സമയം എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞു ടീച്ചറെ. ഓക്കെ ടീച്ചറെ. ഓക്കെ ടീച്ചറെ, നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തതും ഓഡിയോ ഒന്ന് ഓഫ് ചെയ്തതും. പിന്നെ ഒരുപാട് സന്തോഷം. പുറത്തൊന്നും ഒരു ചോദ്യവും വന്നില്ല അല്ലേ? എല്ലാം ഇല്ല, നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് വന്നത്. അതുകൊണ്ടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, ചോദിക്കുമ്പോ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റുമായിരുന്നു. അതെ, കേൾക്കുമ്പോ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതെ, അത് ഞാൻ സുധിന ടീച്ചറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കണക്ട് ചെയ്ത് ഞാൻ പറയാണ്. ഈ ഒരു മേഖലയിലേക്ക് ടീച്ചറെ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ഒരു നിമിത്തം പോലെ സംഭവിച്ചതാണ് ഇതെല്ലാം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നന്നായി വരട്ടെ. ടീച്ചറിനെ അത്രത്തോളം സ്കൂളുകൾക്ക് ആവശ്യമുണ്ട്. ടീച്ചർ നല്ലൊരു അധ്യാപികയാണ്. അത് അനുഭവങ്ങളിൽ നിന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വെറുതെ അല്ല, എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട ആ മേഖലയിലേക്ക് പോകുന്ന ഒരാളാണെന്നൊരു തോന്നൽ, ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ. അപ്പോ ബാക്കിയെല്ലാം പോട്ടെ, ടീച്ചർ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് തീർച്ചയായിട്ടും ടീച്ചറിന് എത്താൻ പറ്റും. ടീച്ചറൊക്കെ അവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ എത്തിയ ഒരു ഫീൽ ആയിരിക്കും എനിക്ക്, നിങ്ങൾ എല്ലാവരും ആര് വന്നാലും. അപ്പൊ അത് എത്രയും വേഗം സാധിക്കട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ ഗ്രൂപ്പിൽ തുടരുക, എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ഒന്നിച്ച് മുന്നേറുമ്പോൾ, നമ്മൾ ഈ കേരളത്തിലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരുമിക്കുന്നത്. എന്തൊരു വിഷയം വന്നാലും നമ്മുടെ പഴയ കുട്ടികൾ അങ്ങനെയാണ്. ഈ അടുത്ത് ഒരു ടീച്ചർ സ്കൂളിലെ ഒരു വലിയൊരു വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവർ ഓർക്കുന്നുണ്ടല്ലോ, അവരുടെ നിസ്സഹായ അവസ്ഥയിൽ, സന്തോഷത്തിൽ ഓർത്തില്ലെങ്കിൽ സാരമില്ല, ആരും ഇല്ലാന്ന് തോന്നുമ്പോൾ ഒരാളെ ഓർക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് വാല്യൂ കൊടുക്കുന്നു. തീർച്ചയായും ഒപ്പം ഉണ്ടാവും, അതെന്റെ വാക്കാണ്. നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ടീച്ചറെ. ഒരുപാട് സന്തോഷം. താങ്ക് യു ടീച്ചർ. ഓക്കെ, എനിക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ് ടീച്ചർ. ഇത് നിർത്തരുത് കേട്ടോ, ഇത് തുടർന്നുകൊണ്ടിരിക്കണം. കാരണം ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് വരുന്ന ഒരുപാട് പേർക്ക് നല്ലൊരു പ്രചോദനമാണ്. ടീച്ചറിന്റെ ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്നാല് നല്ലൊരു താല്പര്യം ഉണ്ടാവും അധ്യാപനത്തോട്. തീർച്ചയായിട്ടും. താങ്ക് യു ടീച്ചറെ. ഓക്കെ ടീച്ചറെ, ലെഫ്റ്റ് ആവണമെങ്കിൽ ആയിക്കോ, എനിക്കറിയാം. ഓക്കെ ഓക്കെ ടീച്ചറെ, ഞാന് തിരക്കുള്ളവരെയാണ് ആദ്യം വിളിച്ചു പോകുന്നത്. ഇനി ആരൊക്കെയാ ഉള്ളത്? ഇനി മിൻസിനി ടീച്ചറോ അമൃത ടീച്ചറോ ഉള്ളോ? ലിമി ടീച്ചറൊക്കെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ലിമി ടീച്ചർ ജോയിൻ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മെസ്സേജ് അയച്ചതും റിപ്ലൈ ഇല്ല, കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ബിൻസിൻ ടീച്ചർ പറഞ്ഞോ? അമൃത ടീച്ചർ പറഞ്ഞല്ലോ, ഒന്നുകൂടെ നമുക്ക് അവസരം കൊടുക്കാം. കാണാമോ? കാണാൻ ടീച്ചറെ. ഞാനൊന്ന് നെറ്റ് ഉള്ളിടത്തൊക്കെ ഒന്ന് മാറിയൊക്കെ ഇരുന്ന് നോക്കിയതാ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോഴ്
ഞാൻ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് വാക്കുകളില്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് എൻ്റെ ചുരുക്കി ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ മൂന്നാമത്തെ ഇന്റർവ്യൂ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തത്. ആദ്യത്തെ 2 ഇന്റർവ്യൂ എന്ന് പറയുമ്പം ആദ്യത്തേന് വലിയ കുഴപ്പമില്ലാതെ പോയി. അത് അധികം പഠിച്ചിട്ടൊന്നും അല്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പറയാൻ പറ്റിയായിരുന്നു. പക്ഷെ തൊട്ട് മുന്നേ ഉള്ള ഇന്റർവ്യൂ എന്ന് പറയുമ്പം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അതിന് പക്ഷേ ഈ ഗ്രൂപ്പിൽ ചേരാൻ ഞാൻ ടീച്ചറിനെ വിളിച്ചു. ടീച്ചറെ ഞാൻ ഗ്രൂപ്പിൽ ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ മെസ്സേജ് വന്ന ആദ്യത്തെ ദിവസമായിരുന്നു എനിക്ക് ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഈ ഗ്രൂപ്പിൽ വരാൻ പറ്റിയില്ല. പക്ഷെ ഗ്രൂപ്പിൽ വന്നില്ല എങ്കിലും ഇന്റർവ്യൂവിന് പോയി, നല്ല അനുഭവമൊന്നും അല്ല എങ്കിലും അത് കഴിഞ്ഞ് വന്ന് ടീച്ചർ അടുത്ത ഞങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ ടീച്ചറിനോടൊപ്പം തന്നെ ഉണ്ട് ഈ ഗ്രൂപ്പിൽ. ഇടയ്ക്ക് വെച്ച് ടീച്ചർ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിന്നു, എന്നിട്ടും ഗ്രൂപ്പ് കളഞ്ഞില്ല, ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴെല്ലാം ഞങ്ങളുടെ വോയിസും ഞങ്ങളുടെ പഠനവും ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അത്ര തിരക്ക് പിടിച്ച് ടീച്ചർ നിന്നിട്ട് പോലും സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, സ്കൂളിന്റെ കാര്യം നോക്കുന്നു. അത് ഹൈസ്കൂളാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും നമ്മളോടൊപ്പം നിന്നു. അത് ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പം കുറച്ച് അടുത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും എനിക്ക് പേടിയാ. ഞാൻ ഏറ്റവും മുതിർന്ന ഒരാൾ തന്നെയാ, പക്ഷെ ടീച്ചറിന്റെ വാക്ക് കേൾക്കുമ്പോൾ പിന്നെ എനിക്കൊരു അക്ഷരവും ഇല്ല, മറുപടി പറയാനില്ല, അത്രയും നെഞ്ചിടിക്കും. ആ ഒരു അവസ്ഥയാ, അത്രയാ. കാരണം അന്ന് ടീച്ചർ പറഞ്ഞ ആ ഒരു വാക്കുകളാണ് ഞങ്ങൾക്ക് ഇന്നും പേടി. അമൃത ടീച്ചറിനും അത് തന്നെയായിരിക്കും. കാരണം പഠനത്തിന്റെ സമയത്ത് ആദ്യം നമ്മൾ അത്ര അങ്ങോട്ട് ട്രാക്കിൽ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ടീച്ചറിന്റെ വാക്കുകളൊക്കെ വളരെ മൂർച്ചയുള്ളതായിരുന്നു, പ്രത്യേകിച്ച് സൈക്കോളജിയുടെ കാര്യത്തിൽ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നോക്കി പറയുന്നു എന്ന് വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും ടീച്ചറിന് മനസ്സിലാവുമായിരുന്നു. അത്രയും ടീച്ചർ എങ്ങനെ, അത് ഞങ്ങൾ പരസ്പരം സംസാരിക്കും, ടീച്ചർ എങ്ങനെ മനസ്സിലാക്കുന്നു. അതോ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യപ്പെടും. കാരണം പഠനത്തിന് വേണ്ടി അതെല്ലാം ടീച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഗുണം ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ടീച്ചറിന്റെ വാക്കുകൾ അനുസരിച്ച ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ പോയ സമയത്ത് അവസാനം പറ്റാതെ വന്നപ്പോൾ വേറൊരു സാറിനെ ഏൽപ്പിച്ച് സാറ് ഞങ്ങളെ മോണിറ്റർ ചെയ്തു. സാറ് പിന്നെ LP കിട്ടി. സാറ് പോയതിന് ശേഷം അത് ഞാൻ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ഇത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു മാസം, 1.5 മാസം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമൃത ടീച്ചറും ഒക്കെ കൊണ്ടുപോയി അതിനെ നിലനിർത്തി. ഞങ്ങൾ എക്സാം കഴിയുന്നവരെ നിന്നു. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ സമയമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ടീച്ചറിനെ ഇങ്ങനെ നിരന്തരം വിളിക്കുമായിരുന്നു, ടീച്ചർ ഞങ്ങൾക്ക് തുടങ്ങണമെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഇത്ര വെപ്രാളമൊന്നും കാണിക്കേണ്ട, സമയമാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞു ഇന്റർവ്യൂവിന്റെ സ്റ്റാർട്ട് ചെയ്തു. ടീച്ചർ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് ഇടണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളെ ഇന്റർവ്യൂവിന് പങ്കെടുത്തവരാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ ഞങ്ങൾ എന്താ പറഞ്ഞ, ഞങ്ങളെ വീട്ടുകാരും പറഞ്ഞ് അങ്ങിട്ടു. കാരണം ഇന്റർവ്യൂവിന് എന്ത് ഉൾപ്പെടുത്തിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടതെന്ന് അറിയില്ല. അത് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഒരു ഫോർമാറ്റ് പോലെ ഇട്ടു, ഇത്ര ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് അതില് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന്. പിന്നെ അതുപോലെ ഇട്ടു. അത് ഫാത്തിമ ടീച്ചർ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് ഇട്ടിട്ട് അതിലെ ഓരോ വാക്കിനെയും ടീച്ചർ കീറി മുറിച്ച് അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല പറയണ്ടേ, ഇങ്ങനെയല്ല പറയണ്ടേ, അവിടെ ശബ്ദം പോകുന്നുണ്ട്, എങ്ങനെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ബെറ്റർ ആയി തുടങ്ങി. പോർഷൻ തന്നു. പോർഷന്റെ ഓരോ സെന്റൻസും എടുത്ത് ടീച്ചർ പറയും, ഇത് അങ്ങനെയല്ല. അങ്ങനെ വന്നു. പക്ഷെ ഇന്റർവ്യൂവിന്റെ അടുത്ത സമയമായപ്പം ഞാൻ പഠിച്ചത് കുറച്ച് കൂടിപ്പോയോണ്ടാന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഇല്ലാത്ത, ഒരാഴ്ച മുന്നേ തൊട്ട് ടെൻഷൻ, നല്ല ടെൻഷൻ. ഞാൻ ഇതുവരെ ഇന്റർവ്യൂവിന് പോയിട്ടോ ഒരു എക്സാമിന് പോയിട്ടോ ഉള്ള ടെൻഷൻ അല്ല ഇപ്പോൾ ഉണ്ടായത്. കാരണം ഞാൻ ടീച്ചറിനോട് മറുപടി പറയുന്നത് സന്തോഷമുള്ള വാക്കായിരിക്കണം, സത്യം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ടീച്ചറിനോട് എന്ത് മറുപടി പറയും, ഇത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനുവേണ്ടി ഞാൻ പഠിച്ചു. ഈ ഓരോ ദിവസം അടുത്തടുത്ത് വരുന്തോറും എനിക്ക് ടെൻഷൻ കയറി, വൊമിറ്റിംഗ് ടെൻഡൻസി, വീട്ടുകാരെന്നെ വഴക്ക് പറയാൻ തുടങ്ങി, ഞാൻ അവസാനം ഇൻഹേലർ യൂസ് ചെയ്യാൻ തുടങ്ങി. അത്രയും ടെൻഷനായി. അത് കഴിഞ്ഞ്
ഇന്റർവ്യൂവിന് പോയി ഞാൻ എല്ലാ കാര്യങ്ങളും ഓരോന്ന് പ്ലാൻ ചെയ്ത് തന്നെ പോയത്. ഇന്നത് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ പറയണം. കാരണം ടീച്ചർ ഓരോ പറഞ്ഞ് ഞാൻ മോൾഡ് ചെയ്ത് വെച്ച് ആ ഒരു ഇതിൽ തന്നെ പോകണം എന്ന് വിചാരിച്ചു. ഇന്റർവ്യൂവിന് കയറി. അവിടെ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ നല്ല ചിരിച്ച മുഖത്തോടെ ആക്റ്റീവായിട്ട് എൻ്റെ തൊട്ടപ്പുറം ഇപ്പുറം ഇരുന്നവരെല്ലാം പറഞ്ഞു അതെന്ത് ഇന്റർവ്യൂ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്നെ കണ്ടപ്പോഴേ ചോദിച്ചു. കാരണം എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് അവർക്ക് തോന്നുന്നായിരിക്കും. അതുകൊണ്ട് പിന്നെ കയറി കയറി ചെന്നു. രണ്ടുപേരായിരുന്നു പാനലിൽ ഉണ്ടായിരുന്നത്, ഒരു സാറും ഒരു മാഡവും. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് നല്ല പോസിറ്റീവ് ഫീൽ ആയിരുന്നു. ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ ബയോഡേറ്റ എടുത്തു. ആദ്യം മുതൽ തന്നെ അവരിങ്ങനെ വായിച്ചു വന്നു. ആദ്യം എന്നോട് ചോദിച്ചു സ്കൂളും കോളേജും എല്ലാം TTCക്കും എല്ലാം എവിടെ പഠിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഞാൻ പറഞ്ഞ് അടുത്ത പേജിലേക്ക് മറിച്ചപ്പം എന്നോട് ചോദിച്ചു എക്സ്പീരിയൻസ് എന്തുണ്ട്. ഞാൻ പറഞ്ഞു 8 വർഷം. ആ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ താഴേക്ക് വന്നു. പിന്നെ നമ്മളുടെ ഫാമിലിയുടെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എടുത്തു. അത് ഓരോന്ന് ചോദിച്ചു തുടങ്ങി. അതും എല്ലാം കുഴപ്പമില്ല. ചോദിക്കുന്നതിന് എനിക്ക് മറുപടി പറയാൻ അപ്പോഴപ്പോഴും സ്പോട്ടിൽ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ചോദ്യങ്ങൾ. പിന്നെ ഹോബി യഥാർത്ഥത്തിൽ പറഞ്ഞ ആ ബയോഡേറ്റ ടീച്ചർ പറഞ്ഞു നമ്മൾ ബയോഡേറ്റയിൽ നിന്ന് തന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അനുഭവം അത് തന്നെയായിരുന്നു. ഒന്നും പുറത്തുനിന്നല്ല. ബയോഡേറ്റ വായിച്ചു വന്നു. അടുത്ത ഹോബി എടുത്തു. ഹോബി എടുത്തതിന് ശേഷം ഹോബി എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഹോബിയിൽ എഴുതുന്ന കാര്യം അതെന്തുകൊണ്ട് എടുത്തു. ടീച്ചർ പറഞ്ഞു ഏകദേശ ധാരണ പറഞ്ഞായിരുന്നു ഈ ഹോബിയിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതേ രീതിയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏകദേശം ഞാൻ അതെല്ലാം മനസ്സിലാലോചിച്ചു പോയതുകൊണ്ട് ഒരു ഡൗട്ടും എനിക്ക് അന്നേരം തോന്നിയില്ല. എല്ലാം പറയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്ത മാഡത്തിന്റെ കൈമാറി കൊടുത്തപ്പോൾ ആ മാഡവും ചോദിച്ചത് നിങ്ങൾ ഇത് എഴുതുന്നുണ്ടല്ലോ എങ്കിൽ അതുകൊണ്ട് ടീച്ചിങ് മാനുവലിന്റെ കാര്യം തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് ആദ്യം ചോദിച്ചത് ടീച്ചിങ് മാനുവലിന്റെ റിഫ്ലക്ഷൻ പേജിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാനത് വ്യക്തമായി പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു പഠന പ്രവർത്തനമായി എന്തെഴുതും എന്ന് ചോദിച്ചു. അപ്പോൾ പഠന പ്രവർത്തനം കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ ആ മാഡം ഒരു ഡൗട്ട് പറഞ്ഞു അതല്ലല്ലോ ഒന്നുകൂടെ ഉണ്ടല്ലോ. കാരണം എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് സാറ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ഡയറി എഴുതുന്നതിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതെല്ലാം ചോദിച്ചത്. ഡയറി എന്ന് പറഞ്ഞാൽ ഹോബി. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ കുറച്ച് ആളുകളെ ഇങ്ങനെ നിരത്തി നിർത്തിയാൽ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിൽ യേശുദാസ്, പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ, EMS, APJ അങ്ങനെ കുറേ പേര് ഇത്രയും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ കുറേ പേരുടെ പേരിങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചു. ഞാൻ APJ പറഞ്ഞു. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു. അതും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിൽ ഒരു ലീഡറെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചു. അത് EMS ആണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അതിനെല്ലാം കാരണം ചോദിച്ചു. അന്നേരം അടുത്ത എന്നോട് ചോദിച്ചു ഇതിൽ ബെസ്റ്റ് കലാകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ യേശുദാസോ മമ്മൂട്ടിയോ ബാക്കി പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മ കിട്ടിയില്ല. കാരണം കുറേ ചെയിൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അപ്പോഴും മോഹൻലാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മോഹൻലാലിനെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു യേശുദാസിന് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് സാർ. ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സാറിനെ തിരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞു. പിന്നെ കാരണം ചോദിച്ചു. കാരണവും പറഞ്ഞപ്പോൾ വേറൊന്നുമില്ല. എനിക്ക് തോന്നി യേശുദാസിനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് പാട്ടൊക്കെ ചോദിച്ചേനായിരിക്കാം. പക്ഷെ എനിക്ക് അന്നേരം മനസ്സിലതല്ല തോന്നിയത്. കാരണമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. വേറൊന്നുമില്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പം എന്നോട് മാഡം പറഞ്ഞു. കാരണം മാഡം ചിരിക്കില്ല എന്നുള്ള രീതിയിൽ ഒക്കെ എല്ലാവരും പറഞ്ഞുവെങ്കിൽ എനിക്ക് നല്ല പോസിറ്റീവ് ആയിരുന്നു. മാഡം പറഞ്ഞു അപ്പോഴും മമ്മൂട്ടിയൊന്നും ഇഷ്ടമല്ല അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. പോകാൻ പറഞ്ഞു. ഞാൻ താങ്ക് യു പറഞ്ഞു ഇറങ്ങി. ഇത്രയായിരുന്നു എൻ്റെ ഇന്റർവ്യൂ അനുഭവം. ഇതെല്ലാം എനിക്ക് സ്പോട്ടിൽ അധികം ചോദ്യം വന്നില്ല. എൻ്റെ ഒരേ ഒരു വിഷമേ ഉള്ളൂ, ഞാൻ പഠിച്ചുകൊണ്ട് പോയത് എന്നോട് ചോദിച്ചില്ല. എനിക്ക് ചോദിക്കണമായിരുന്നു. അതിനുള്ളത് നമ്മൾ അവിടെ കുടുക്കി വെച്ചിരുന്നത് കൊണ്ടാണ്. അത് നമ്മള് ജേണൽ എന്ന് നമ്മൾ വെറുതെ അല്ല എഴുതിയത്. ഹൃദയാംശം എന്ന പേരില്
എന്ന് പറഞ്ഞ് നമ്മൾ ആ പേര് ഉൾപ്പെടെ അത് എന്റെ ടീച്ചറിന്റെ പിന്നെ പേര് തന്നെയാ, ടീച്ചർ പറഞ്ഞ ആ വാക്ക് തന്നെയാ ഞാൻ ഇട്ടത്. കാരണം കുറെ പേരുകൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. അപ്പോഴും ടീച്ചർ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള അർത്ഥം വെച്ച് എനിക്ക് ഇത് തന്നെ പറഞ്ഞു തന്നു. ഞാൻ അത് എഴുതി. അവിടെ ചെന്നപ്പോ അവർ അത് തന്നെ പിടിച്ചു. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി. അത് നമ്മുടെ ഹോബി എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നതാണ്, ഹോബി വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുക, ബയോഡേറ്റ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പം ബയോഡേറ്റയ്ക്ക് ഉള്ളിൽ നിൽക്കണമെങ്കിൽ അതിൽ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇത് പറഞ്ഞും കേട്ട് നിങ്ങളും മടുത്തിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും ബയോഡേറ്റ എന്നിട്ടും കിട്ടുമ്പോൾ അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കാണാനുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വെച്ചാല് ഇവരെ ആദ്യമൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റി അറിയില്ല, സ്പോർട്സ് അറിയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ബിൻസിന്റെ ടീച്ചർ ആണെങ്കിൽ ആദ്യം എഴുതിയ ഹോബി വേറെയാണ് അല്ലെ, പാചകം. അതെ അതെ, അടുക്കളത്തോട്ടം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിക്കൊണ്ട് പോയതും ആദ്യം എഴുതിയതെല്ലാം അടുക്കളത്തോട്ടമായിരുന്നു. ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഇപ്പോഴും. അതെ, ഇപ്പോഴും ടീച്ചറിനോട് ഞാൻ ആദ്യം 1-2 ബയോഡേറ്റ എഴുതി ഇട്ടപ്പോ, അതോ ബയോഡേറ്റയുടെ കാര്യം തന്നെ പറയണം, എത്ര പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചതാ. ഓരോന്ന് എഴുതുമ്പോൾ ഓരോന്ന് വായിച്ചു നോക്കിയിട്ടും ഇതില് അങ്ങനെയല്ല, നിങ്ങൾ മാറ്റം വരുത്തിക്കോ എന്ന് പറയും. അത് നമ്മൾ തന്നെ മാറ്റം വരുത്തും. അത് ടീച്ചർ അതെങ്ങനെയാണെന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അവിടെ വെക്കും. അങ്ങനെ തന്നെയാ ഞങ്ങൾ ബയോഡേറ്റ പോലും എഴുതി. അതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുന്നേ പോയപ്പോ ബയോഡേറ്റയിലെല്ലാം നോന്ന് എഴുതി പോയ കോളങ്ങളെല്ലാം ഇപ്രാവശ്യം ഫില്ലായിരുന്നു. അത് നല്ല കൈയക്ഷരത്തിൽ നന്നായിട്ട് എഴുതാൻ, കാരണം ടീച്ചറിന് എഴുതി അയച്ചു കൊടുത്തതാ. അതെല്ലാം പോരായ്മ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അത്രയും വൃത്തിയായിട്ട് തന്നെ എഴുതിക്കൊണ്ട് പോയി. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞ ആ പേര് വിട്ട് ആദ്യം ടീച്ചർ പറഞ്ഞ പേരിൽ നിന്ന് തന്നെ അവരെന്നോട് തുടങ്ങിയത്. അന്നേരം ആ വാക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് പറയാനും പറ്റിയത് എന്തൊക്കെയാണ് ഞാൻ അത് നമ്മള് തലേന്ന് 13-ാം തീയതി നമ്മൾ വെച്ചപ്പോ നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ആ പേര് ചോദിച്ചാൽ എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അതൊക്കെ തന്നെയാണ് ചോദിച്ചത്. ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് പറയാനേ പറ്റൂ, അത് ഫോളോ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ്, പ്രത്യേകിച്ച് വിൻസിനി ടീച്ചർ ഒക്കെ. കാര്യം എന്നെക്കാൾ മുതിർന്ന ആളാണ്. അപ്പോ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, പിന്നെ ഇവരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കണമെന്നുള്ള ഈഗോ ഉള്ള ഒരുപാട് പേരുണ്ട്. നിലവിലും അങ്ങനെ ചിലരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെന്നല്ല, എനിക്ക് അനുഭവത്തിലുണ്ട്. അത് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഒരു നെഗറ്റീവ് അടിക്കുന്നില്ല. അപ്പോ അതൊന്നും ഇല്ലാതെ എനിക്ക് തന്നെ ആദ്യം ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്നെ വിശ്വസിച്ച് വരുന്നവരാണ്, ഞാൻ അവരെ വേറൊരു രീതിയിലും, എനിക്ക് സഹോദരി തുല്യാണ് പിന്നെ വിൻസിനി ടീച്ചർ. അതങ്ങനെ ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടായ ബന്ധമാണ്. അപ്പോ പക്ഷെ ഇവർക്ക് കേൾക്കാനും മാറാനും തയ്യാറായിരുന്നു. മാറാൻ തയ്യാറാകുന്നിടത്തേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാകൂ. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ നിങ്ങളോട് സംസാരിക്കാൻ എല്ലാവരെയും ഒന്നിച്ചു വിളിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഒരു കളിമണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല മോഡലിലേക്ക് മാറ്റാൻ പറ്റും അല്ലെ. നമ്മുടെ കൈകൾ ഉപയോഗിച്ച് നന്നായി, അധികം പ്രയാസമില്ലാതെ നമുക്ക് അതിനെ നല്ലൊരു ശില്പമാക്കി പെട്ടെന്ന് മാറ്റാൻ പറ്റും. എന്നാൽ ഒരു ഇരുമ്പോ ഉരുക്കോ എങ്ങാണോ നമ്മുടെ കൈയിൽ തന്ന് കൈവച്ച് വേഗത്തിലാക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ടത് പറ്റില്ല. അതിന് ഒരുപാട് നമ്മൾ സ്ട്രെയിൻ എടുത്ത് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. കളിമണ്ണ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നെ ഏത് രൂപത്തിലേക്ക് വേണേലും മോൾഡ് ചെയ്തോ എന്നുള്ള രീതിയിൽ. ആ ഒരു പരുവത്തിൽ നിങ്ങളൊന്ന് ഇരുന്ന് തന്നാൽ നമുക്കത് എന്നെ കൊണ്ടാകുന്ന പോലെ, ഞാൻ മോൾഡ് ചെയ്യുന്ന എന്റെ അച്ചിലല്ല നിങ്ങളെ വാർക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ നിങ്ങളെ മാറ്റിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ വിൻസിനി ടീച്ചറിന്റെ ജേർണൽ എന്ന് പറയുന്ന ആശയം ഞാൻ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഇഷ്ടമല്ല, ടീച്ചർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്താണ് ഓരോരുത്തരോട്. നിങ്ങൾ ഇതല്ലാതെ. അതെ, ടീച്ചർ ചോദിച്ചു ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ എഴുതുമായിരുന്നു. പിന്നെ എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് കുറെ നാളുകൊണ്ട് അത് വിട്ടു കളഞ്ഞ. അത് പിന്നും ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി ബുക്ക് ആക്കിയതിനു ശേഷമാണ് ഞാൻ ഇതിൽ എഴുതിയത്. ബയോഡേറ്റയിൽ ഉൾപ്പെടുത്താവൂ എന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഞങ്ങൾ തുടങ്ങിയത് നവംബർ 4-ാം തീയതി തൊട്ട് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ഗ്രൂപ്പ്. നവംബർ 16 എന്തോ ആണ്, 14-16 ആണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ 4-ാം തീയതി തൊട്ട് തുടങ്ങി. അപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹോബി ക്രിയേറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി ഇരിക്കുന്നവർക്കാണെങ്കിലും ഉണ്ട്. ഒരു ഹോബിക്ക് കുറച്ച് ദിവസം മതി, ഹോബിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് നാളുകൾ മതി. നമ്മളൊന്ന് നമ്മുടെ ഇഷ്ടത്തെ ഒന്ന് അനലൈസ് ചെയ്ത് സ്വയം തിരിച്ചറിയുക, എന്താ നിങ്ങൾക്ക് ഇഷ്ടം. ഇവിടെ സത്യം പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന പലർക്കും അവനവന്റെ ഇഷ്ടം അറിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അറിയാം,
ഹസ്ബൻഡിന്റെ ഇഷ്ടം അറിയാം, അവർക്ക് ഏത് വസ്ത്രമാണ് ഏത് നിറമാണെന്നൊക്കെ അറിയാം, ഇഷ്ടം അവരുടെ എല്ലാ ഇഷ്ടവും. നിങ്ങൾക്ക് ഏത് നിറമാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ തപ്പും. എനിക്ക് എല്ലാ നിറവും ഇഷ്ടമാണല്ലോ. നിങ്ങൾക്ക് ഏത് ഫുഡാ ഇഷ്ടം? എനിക്കിപ്പോ എല്ലാം അങ്ങനൊന്നും ഇല്ല ഏതും. കാര്യം മക്കള് കഴിച്ചതിന്റെ മിച്ചവും ഹസ്ബൻഡ് കഴിച്ചതിന്റെ മിച്ചവും ഒക്കെ ആണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും നിങ്ങളെ നഷ്ടമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തി ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. പഴയ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു ജീവിതം ത്തിന്റെ ഭാരമൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു? അവിടേക്കൊന്ന് തിരിച്ചു പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ആ ഇഷ്ടങ്ങളൊന്ന് പൊടിതട്ടി എടുക്കാൻ പറ്റണം. അതിനെ നമുക്ക് ഹോബിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പൊ ബിൻസീന ടീച്ചറിന്റെ വിഷമം ടീച്ചറിനോട് വലിയ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നുള്ളതാ. അത് സത്യോ, ഞാൻ ഒരുപാട് പഠിച്ചോണ്ട് പോയി, എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷേ ചിലപ്പോ വലുതൊക്കെ ചോദിച്ചിട്ട് നമ്മളവിടെ അറിയുന്നത് പറയാൻ പറ്റാതെ കാണാൻ വരും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേജ് വന്നാൽ നമ്മൾ ചിലപ്പോ പാനിക് ആയി പോയനെ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലാതെ എല്ലാം നന്നായി പറയാൻ പറ്റി. അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് എന്റെ കഴിവ് മൊത്തം എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയാണ് ടീച്ചറിന് ഇത്രയും കിടന്ന് പഠിച്ചിട്ട്. സാരമില്ല, പിന്നെ അതിന് നമുക്ക് ഇവരെയൊക്കെ മോൾഡ് ചെയ്യാൻ നിങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ എല്ലാം ശരിയായിക്കോളും. അതെ അതെ, അത് ഞങ്ങള് അടിച്ചിറക്കിയാലും പോയില്ല, കൂടെ ഉണ്ട്. ശല്യം പോകത്തില്ല. ഓക്കെ, സന്തോഷം. എന്നാ അമൃത ടീച്ചറെ ഓക്കെ ആണോ? കൊച്ചിറക്കനെയൊക്കെ സൈഡാക്കിയോ? ഇവിടെ ഉണ്ട് ടീച്ചറെ. ആണോ? ഓണാക്കാൻ പറ്റുമോ? എനിക്ക് ചെറിയൊരു ഇതുണ്ട് കേട്ടോ. എനിക്ക് അത്ര നല്ലൊരു ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പൊ സാരമില്ല, നമ്മള് പറഞ്ഞ വോയിസ് ആയാലും മതി. ഓക്കെ ടീച്ചറെ, ഞാൻ പറയാം. അമൃത ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ടീച്ചർ ഇനി നമ്മുടെ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളൊരു നിർദ്ദേശവും അങ്ങനെ പറഞ്ഞാലും മതി. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തല്ലോ, റെക്കോർഡ് ചെയ്തിരുന്നു. ടീച്ചറിന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ അവരോട്. പറയുവാണെങ്കിൽ ആദ്യം മുതൽ പറയണം ടീച്ചറെ. എനിക്ക് ടീച്ചറിനെ മുന്നേ അറിയുന്ന വ്യക്തിയാണ്. പിന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം. അപ്പൊ ഈ ഗ്രൂപ്പിൽ വരുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ LP എക്സാം എഴുതിയിട്ട് എല്ലാവരും ഓരോ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആവുന്ന സമയത്ത് ഞാനും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു, അതിനകത്തൊന്നും ഇല്ലാന്ന് അറിഞ്ഞു. പിന്നെ ആകെ ശോകമായിരുന്നു. വല്ലാത്തൊരവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോരോ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവരവർ മാറുന്നു. ലാസ്റ്റ് ഒന്നിലും പെടാത്ത കുറച്ചു പേര് ഒരു ഗ്രൂപ്പിൽ വരുന്നു. അപ്പോ സത്യം പറയാമെങ്കിൽ അന്നത്തെ ആ ഒരു കരച്ചിൽ എനിക്ക് ഇപ്പോഴും വരും ആ അവസ്ഥ ആലോചിക്കുമ്പോ. അന്നേരം മനസ്സിൽ വന്നതാ, അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് നേടണം എന്നൊരു തോന്നല് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്തുവായാലും കൊള്ളാം. എന്നെ സംബന്ധിച്ച് എനിക്കിത് മൂന്നാമത്തെ എന്റെ LP ആണ്. ആദ്യത്തത് അത് ഇങ്ങനെ അങ്ങ് പോയി. അത് വളരെ വിഷമമാണ്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ട് ചെയ്യാത്തൊരു മഹത് വ്യക്തിയാണ് ഞാൻ. അത് പോട്ടെ, അത് അതങ്ങനെ ഞാനങ്ങ് മറന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് അതും ഇങ്ങനെ കിട്ടിയില്ല. പിന്നെ മൂന്നാമത്തത് എന്നെ സംബന്ധിച്ച് വളരെ എന്താ പറയുന്നത്, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട്, വേറെ രീതിയിലല്ല, എനിക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ഒരു കുഞ്ഞും കൂടെ ആയി. അപ്പൊ അവന്റെ കാര്യം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഇതിലോട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി വരുന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് വന്നു, സന്തോഷം. അപ്പൊ അതിന് മുമ്പേ ഞാൻ ടീച്ചറിന്റെ LPക്ക് വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഗ്രൂപ്പിൽ ബിൻസിന ടീച്ചറൊക്കെ ഉള്ള ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് നമുക്ക് ഒരു ബേസ് കിട്ടുന്നത്. എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം എന്നൊക്കെ. ആൻജി ടീച്ചറുണ്ട്, അനൂപ് സാറുണ്ട്. ഇവരെ രണ്ടുപേരും മറക്കാൻ പറ്റില്ല. ഇവരാണ് ഞങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റും. നേരത്തെ ബിൻസി ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ രീതിയൊക്കെ വളരെ രസമല്ല, പേടി. അതൊക്കെ അങ്ങ് കഴിഞ്ഞു. പിന്നെ ടീച്ചർ വേറെ ഇതായിട്ട് പോയി. പിന്നെ അനൂപ് സാറായിരുന്നു. സാറിന്റെ മാക്സിമം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നു. പിന്നെ സാറിനും ജോലിയായി. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായി. പിന്നെ ഞങ്ങൾ വേറെ രീതിയിലൊക്കെ പഠിത്തം തുടർന്നു. പിന്നെ ബിൻസിനി ടീച്ചറിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ടീച്ചർ എന്ന് വിളിക്കുന്നെങ്കിലും എനിക്ക് ചേച്ചിയാണ്, ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ എപ്പോ ഒരു വിഷമിച്ചിരുന്നാൽ അല്ലെങ്കിൽ പഠിക്കാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ടിലായിട്ടിരുന്നാലും
ഒരു മെസ്സേജ് ഉടനെ വരും, എന്തായി അമൃതേ നമുക്ക് തുടങ്ങട്ടെ എന്നും പറഞ്ഞ് കുത്തിപ്പൊക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പഠിച്ചു. പിന്നെ ഇന്റർവ്യൂവിന്റെ കാര്യമായപ്പോ വീണ്ടും നമ്മൾ ടീച്ചർ വന്നു, ജോയിൻ ചെയ്തു. പിന്നെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പോൾ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. എനിക്ക് വളരെ പേടിയായിരുന്നു, എന്ത് ചെയ്യണം എങ്ങനെ ഒന്നും അറിയത്തില്ല. പിന്നെ ഈ ഗ്രൂപ്പിൽ ഓരോ ഡിസ്കഷനുള്ള ടോപ്പിക്ക് തരുമ്പോൾ പിന്നെ വോയിസ് ഇടുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ എടുത്തു വരുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ അതിന്റെ ഇടയിൽ വന്ന് അലക്കുന്നത്. പിന്നെ വീണ്ടും അത് ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഒരുവിധം എല്ലാവർക്കും റെഡിയാക്കി എടുത്തു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എവിടെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സ് വരെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ടീച്ചർ ഇത് മതിയോ, കടയിൽ നിന്ന് വിളിക്കുവാണ്, മെസ്സേജ് അയക്കുവാണ്, ടീച്ചർ ഇത് കൊള്ളാമോ, ഇത് കൊള്ളാമോ, ഇത് കൊള്ളാമോ. അപ്പൊ അത് ആരും ശ്രദ്ധിക്കില്ല, അത്ര ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ വരെ ടീച്ചർ നമുക്ക് ശ്രദ്ധിക്കും. പിന്നെ നമ്മുടെ ബയോഡേറ്റ എത്ര പ്രാവശ്യം എഴുതിയെന്ന് എനിക്ക് പോലും അറിയില്ല. എഴുതും, ഇട്ട് കൊടുക്കും. എന്നാൽ അതിനൊന്നും ഒരു മടുപ്പില്ലാതെ ഇങ്ങനെ ചെയ്യണം. അപ്പൊ പലർക്കും തോന്നും ടീച്ചറാണോ ഞങ്ങളുടെ ഹോബി തീരുമാനിക്കുന്നത്. അങ്ങനല്ല, ഞങ്ങളുടെ ഹോബി ഞങ്ങളത് ഇന്നാണെന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് അതിന് നിർദ്ദേശം തരുന്നു. അത്ര മാത്രമല്ല, അതാണ് ചെയ്യുന്നത്. പിന്നെന്താ, അപ്പൊ അതെല്ലാം പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. ഈ വായന എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ വായിക്കുന്ന വ്യക്തിയായിരുന്നു, അത്യാവശ്യം എഴുതുമായിരുന്നു, ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഇതിനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനായിട്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ച് അത് ലാവിഷായിട്ട് നടന്നൊരു വ്യക്തി. പക്ഷെ പിന്നെ ആയപ്പോ എനിക്ക് തോന്നി അപ്പൊ പലരും പറയുന്നു, അയ്യോ വായന വെച്ചൂടാ, വായന വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു പേടിക്കണം, നമുക്ക് ധൈര്യമായിട്ട് അത് വെക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കുന്ന ചോദ്യം നേരിടുക തന്നെ. പിന്നെ ഞാനത് 3 ഹോബി എഴുതിയിട്ട് എന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ എന്റെ വായന എന്നൊരു ഹോബി ഞാൻ അങ്ങ് താഴ്ത്തി വെച്ചു. പക്ഷേ സാറ് കൃത്യമായിട്ട് അത് തന്നെ, അതിൽ നിന്നാണ് എന്റെ ഹോബി, അതാ സാർ നോക്കി അതിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റി. അത് അതിന് തലയ്ക്കുന്ന ദിവസം തന്നെ ടീച്ചർ ഞാൻ എഴുതിയ ബയോഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ നിന്നൊക്കെ എനിക്ക് പറയാനും പറ്റി. പിന്നെ എന്നോട് പുറത്തുനിന്നൊന്നും പ്രത്യേകിച്ച് ചോദിച്ചില്ല, എല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് സൈക്കോളജി എനിക്ക് മുന്നേ എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷയം ആയതുകൊണ്ട് തന്നെ എനിക്ക് സൈക്കോളജി എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് ഉത്തരം പറയാൻ പറ്റി. പിന്നെന്തുവാ എന്റെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തൊക്കെയോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ദിവസം എത്തിയപ്പോ എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ടോ, എനിക്ക് മറവി രോഗം വന്നു എന്നൊരു എനിക്ക് സംശയമാണ്. എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്നോ, പരസ്പര വിരുദ്ധമായിട്ട് ഓരോ സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നു. പക്ഷെ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ ബുക്കും കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാരും പറഞ്ഞു, അയ്യോ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മൾ മറന്നു പോകും, ഈ ലാസ്റ്റ് മിനിറ്റിൽ വായിക്കുന്ന ഒരു കാര്യവും നമുക്ക് മനസ്സിൽ നിൽക്കത്തില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോ എനിക്ക് വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായില്ല. വളരെ ആ ഒരു അനുഭവിച്ച ടെൻഷൻ എല്ലാം വെറുതെ ആണെന്ന് എനിക്ക് തോന്നി ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോ. പിന്നെ എന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്ക് അറിയാവുന്നത് പോലെ. അത് എത്രത്തോളം ശരിയാണെന്നോ അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം നമുക്കൊരു സംതൃപ്തി തോന്നുമല്ലോ, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി മാർക്ക് അതൊന്നും ഞാനിപ്പൊ നോക്കുന്നില്ല. കാരണം എന്റെ ആദ്യത്തെ അനുഭവമാണ്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ്. അപ്പൊ ഇനി വരുന്ന എല്ലാവർക്കും, പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യങ്ങൾ ടീച്ചർ നമുക്ക് തരുന്ന ചോദ്യങ്ങൾ ഞാൻ സ്വയം ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കും, അതിന്റെ ഉത്തരം ഞാൻ തന്നെ ഉറച്ചു സംസാരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും, അമ്മ മോള് ചോദിക്കും, എന്താ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് നടക്കുന്നേ. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴായാലും നമ്മൾ സംസാരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പേടി മാറും, നമുക്ക് ആ ഒരു ഒഴുക്ക് കിട്ടും, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ സംസാരിച്ച് നോക്കുക. നമുക്ക് പല ജോലികൾ അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ഉള്ളവരാ എല്ലാവരും. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഇന്റർവ്യൂ കഴിയുമ്പോൾ ആ ഒരു അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നൽ വരണ്ട. അപ്പൊ കിട്ടുന്ന സമയം പരമാവധി ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പറയാൻ പറ്റട്ടെ. ഓക്കെ, സന്തോഷം. എല്ലാവരും നന്നായിട്ട് എന്താണ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇതുവരെ ആർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ പറ്റാതെ പോകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോഴും ഡിസ്കഷൻസിൽ പങ്കെടുക്കാതിരിക്കുക. അത് സത്യം പറഞ്ഞാല്
എന്റെ ആവശ്യം അവിടെ വലുതായിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിർബന്ധം പിടിച്ച് അത് ഇടണം ഇടണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാഗൊണ്ട് സംസാരിച്ച് മനസ്സുകൊണ്ട് ചിന്തിച്ച് അത് പ്രോസസ്സ് ചെയ്തെടുത്ത് സംസാരിച്ച് വന്നെങ്കിലേ ശരിയാവും. അൻഷു ടീച്ചറെ ഉണ്ടോ? ഉണ്ട് ടീച്ചറെ. ടീച്ചറെ, തുടക്കത്തിൽ നിന്ന് ടീച്ചറിന് ഉണ്ടായ ഒരു മാറ്റം ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് ബാക്കിയുള്ളവർക്ക്. തുടക്കത്തിൽ നിന്നുള്ള ആശയപ്രകടനവും ഇപ്പോഴും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഞാനിപ്പം പൊതുവെ ഭയങ്കര സംസാരം കുറവാണ്. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ല. മെയിനായിട്ട് നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ഒരു ആശയവിനിമയം ചെയ്യാനുള്ള ശേഷി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ പോയി. എല്ലാം നമുക്ക് ടീച്ചേഴ്സിന് നോർമലി നമുക്ക് നമ്മുടേതായ കഴിവുകൾ കാണുമല്ലോ. ഈ ഗ്യാപ്പ് വരും തോറും അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളൊരു ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അത് നന്നായിട്ട് എനിക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. വന്ന സമയത്തിൽ നിന്ന് ഒരുപാട് എനിക്ക് ബെറ്റർ ആവാൻ സാധിച്ചു. എനിക്ക് എന്റെ ആശയവിനിമയം എനിക്ക് കൂടുതലായിട്ട് ബെറ്റർ ആക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അത് എനിക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അൻഷു ടീച്ചറൊക്കെ ആദ്യം സംസാരിച്ച് തുടങ്ങിയിട്ട് ആണോ ടീച്ചറെ അല്ലെങ്കിൽ മതി എന്നൊക്കെ ഉള്ള ഒരു രീതി ഉണ്ടായിരുന്നു തുടക്കത്തില്. അപ്പൊ അതൊക്കെ മാറി. അഞ്ജലി ആണേലും ചെറിയ കുഞ്ഞാ. അപ്പം അഞ്ജലി എനിക്ക് ചെറിയ കുഞ്ഞാ. അപ്പം അവരൊക്കെ സംസാരിക്കുമ്പോഴും ഇത്രയൊക്കെ പോരെ എന്നൊക്കെ ഉള്ള രീതി, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ അവർ ഒരുപാട് മാറി. പിന്നെ ഇപ്പൊ വന്നവരെ കുറിച്ച് പറയാം. ഇതിനകത്ത് നന്നായി വർക്ക് ചെയ്യുന്നവരുണ്ട്. ആത്മവിശ്വാസക്കുറവ് ചെറുതായിട്ട് ഉണ്ട്. പക്ഷെ അത് തുറന്നു സംസാരിക്കുക എന്നൊക്കെ. പിന്നെ അഞ്ജലി സുബീഷ് അല്ലേ ടീച്ചറൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലി. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്ന് പറയാം. മുംതാസ് ടീച്ചറും ഒക്കെ അങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ. അപ്പൊ അത് പറയാം, ഞാൻ കൂടെ ഉണ്ട്, എന്ത് മാറ്റം വേണമെങ്കിലും നമുക്ക് വരുത്താം. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. ഞാൻ ഇന്നിപ്പം നമ്മൾ വലിയ ടോപ്പിക്കുകളിലേക്കല്ല, ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് മാത്രം ഇന്നത്തെ ക്ലാസ്സിനെ എടുത്താൽ മതി. കാര്യം ഇവർക്ക് ഇത്ര പേർക്ക് സംസാരിക്കണം, പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും പറയണം. ആ ഒരു രീതിയിലാണ് ഇന്ന് വന്നത്. നാളെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ ക്ലാസ്സുകളോ ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ പരമാവധി ഞാൻ നോക്കാം. പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാരണം അത് നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. നോക്കാം. അപ്പൊ നിങ്ങൾ വന്നവർക്ക് വേണ്ടി പറയാണ്, ഇവിടെ പേടിക്കാനോ ഒന്നുമില്ല. ഇത്രയും ടോപ്പിക്കും കഴിഞ്ഞ ബാച്ചുകാർ കവർ ചെയ്തോ അങ്ങനെ ഒന്നുമല്ല. ഈ ഇത്ര ചെയ്താലും ഇവിടെ നടക്കുന്നത് നമ്മുടെ സംഭാഷണം, നമ്മുടെ സംസാരം, ഭാഷ, ഇതാണ്. അതിനിപ്പോ വേണ്ടത് നമ്മളും അവരിലൂടെ ഞാൻ പഠിക്കുകയാണ്. അവർക്ക് ഒരുപാട് ബേർഡനം പോലെ ചിലപ്പം ചില സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും അരിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ നിന്നും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇപ്പൊ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഏരിയ എന്നറിയാം. ഇവരെ സംബന്ധിച്ച് നമ്മൾ തുടങ്ങിയത് എല്ലാ മേഖലയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഏത് ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ നടത്തുമായിരുന്നു. ഇനിയിപ്പോ നമുക്ക് അത്രത്തോളം ആവശ്യമില്ല. നമുക്കിപ്പോ ഏകദേശം അവർ ചോദിക്കുന്ന ഒരു ഏരിയ ഏത് രീതിയിലാണ് എന്നൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ചാണ് ഇപ്പൊ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോപ്പിക്ക് തരാതെ തന്നെ 1-2 വോയിസും കിട്ടും. അതായത് അത് ജസ്റ്റ് കേട്ട് വെച്ചിരിക്കുക എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ആ വോയിസുകൾ ഇവർക്ക് വേണ്ടി ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാൻ ഇടുന്ന വോയിസ് ആണ് അങ്ങോട്ടേക്ക് അയച്ചു തന്നത്. അതൊക്കെ കേട്ടോ എല്ലാവരും? നോട്ടാക്കി ഒന്ന് ജസ്റ്റ് പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടോപ്പിക് എഴുതുന്നതിന്റെ കൂട്ടത്തില് ആ പേജിന്റെ അടുത്ത വരി തൊട്ട് അടുത്ത ടോപ്പിക് എഴുതരുത്. കുറച്ച് സ്പേസ് വിട്ടേക്കണം. ആഡ് ചെയ്യാൻ പോയിന്റ്സ് കിട്ടുന്നതനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റണം. മറ്റുള്ളവർ എല്ലാവരുടെയും വോയിസ് കേൾക്കണം. ഇവരെല്ലാം അങ്ങനെയാണ്. അവർ എഴുതുന്ന നോട്ടിനെ അവർ വിപുലീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ബിൻസിനി ടീച്ചറിനും അമൃത ടീച്ചറിനും ഒക്കെ ലെഫ്റ്റ് ആവണമെങ്കിൽ ആവാം കേട്ടോ, തിരക്കുണ്ടെങ്കിൽ. അമൃതയൊക്കെ വയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആവാം. പിന്നെ താങ്ക് യു ടീച്ചർ. ഓക്കെ, നെറ്റ് ഒക്കെ ഇഷ്യൂ ഉണ്ടല്ലോ, പൊക്കോ. അതെ. പിന്നെ എല്ലാവരും ഇങ്ങനെ നോട്ട്സ് വിപുലീകരിക്കുമായിരുന്നു. അതായത് പിന്നെ മറ്റുള്ളവരെയും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് വിപുലമാക്കും. അത് കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും സംസാരിക്കും. ഞാൻ ഇവരോട് പറയായിരുന്നു, നിങ്ങൾ ഒരു വോയിസ് ഇട്ടതിൽ നിങ്ങൾ കോൺഫിഡന്റ് അല്ലെങ്കിൽ വീണ്ടും ഇടുക.
അതുപോലെ നിങ്ങൾ പരസ്പരം തിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അത് നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ നടക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു ടീച്ചർ ഏറ്റവും നന്നായി വോയിസ് ഇട്ടു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അവരോട്, ടീച്ചറെ നല്ല പോയിന്റ്സ് ആണ്, എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെ അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി അവരോട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാവരുടെയും സ്ട്രാറ്റജി മനസ്സിലാക്കി നമ്മളും കൂടി ബെറ്റർ ആവാൻ ശ്രമിക്കുക. എനിക്കുണ്ടായ ഏറ്റവും വിഷമമുള്ള ഒരു അനുഭവം പറയാം ഈ ഗ്രൂപ്പിൽ നിന്ന്. പിന്നെ ജോയിൻ ചെയ്ത ഒരു ടീച്ചർ പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഒന്നല്ല, 1-2 പേരുണ്ട്. പക്ഷെ ഒരാളുടെ ഇത് കുറച്ചുകൂടി എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. അപ്പം ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ 2-3 പേരെ റിമൂവ് ചെയ്തിരുന്നു അല്ലെ. റിമൂവ് ചെയ്തവർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിരവധി തവണ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്കഷൻ പോയിന്റ് ഇട്ടില്ല എന്ന് എത്ര തവണ ഞാൻ ചോദിച്ചു, ആണോ? ഇല്ലേ? ഞാൻ അവരുടെ അതെ, അത് കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നി ഈ ടീച്ചർ എന്തിനാ ഇത്ര തവണ ഇടുന്നത് എന്ന് ചിലപ്പോ തോന്നും. ടീച്ചർ എന്തിനാ ഇങ്ങനെ അതിനെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന്. ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടു, അവര് റീഡ് ചെയ്ത് ടൈം ഇട്ടു, അതും കണ്ടവരുണ്ട്. എന്നിട്ടും മറുപടി തരാതെയൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ റിമൂവ് ചെയ്തത്. ഇതിനു മുമ്പ് റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ മനസ്സിലാക്കി പിന്നെ അതിനുള്ള ഇട തരാതെ അവര് തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ റിമൂവ് ആയവരിലും മെസ്സേജ് എനിക്ക് മറുപടി അയച്ച്, ടീച്ചറെ അത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, ഇനി അത് ഇല്ലാന്ന് പറഞ്ഞപ്പോ അവരോട് ഇനി അത് ആവർത്തിക്കല്ലേ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അന്നേ ദിവസം തന്നെ കയറ്റേണ്ടതല്ല, ഞാൻ പറഞ്ഞിരുന്നു 2 ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്യും, അത് ഞാൻ കൊടുക്കില്ല, അങ്ങനെ കൊടുക്കാത്തവരുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ചുമ്മാ പറഞ്ഞല്ല, ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. അത് ചെയ്യുന്നത് നമ്മൾ അധ്യാപകരാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായി അത് ചെയ്യണം ക്ലാസിന്റെ കാര്യത്തില്. അപ്പോ അത് നമുക്കിനി സമയവും ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്നാ ഈ റിമൂവ് ആയതിൽ ഒരു ടീച്ചർ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല, ഇത്രയോ ദിവസമായി കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. അല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലാണ്, പഴയ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലാണ്, അതുകൊണ്ട് എനിക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ക്ലാസ് കാണാനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞതാണ് അല്ലെ, ഡിസ്കഷനിൽ പങ്കെടുക്കാനാണ് വരുന്നത്, എൻ്റെ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും ക്ലാസ് കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ട് ക്ലാസ് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെ ഇല്ലാത്ത വേദി ഈ ഡിസ്കഷൻ ആണ്. അപ്പൊ അതിൽ പങ്കെടുക്കാതിരുന്നാല് ഇത് യാതൊരു ഗുണവുമില്ല നമ്മുടെ ക്ലാസ്സിൽ വരുന്നതുകൊണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് മറുപടിയില്ല. ഇന്ന് ഇത്രയും ദിവസമായി, അന്ന് ലെഫ്റ്റ് ആയതാണ്, ഇത്രയും ദിവസമായി എന്നിട്ട് മറുപടിയില്ല. ലിങ്കുകളെല്ലാം ഞാൻ അയച്ചു തന്നിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ദേഷ്യവും വിട്ടു, കാര്യം ലിങ്ക് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ അപ്പോഴും ചെക്ക് ചെയ്ത് പറയണേന്ന് പറഞ്ഞിട്ട് അത് ചെയ്യില്ല. അല്ലെങ്കിൽ ആ ദിവസം തന്നെ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കും. ഒരു ദിവസം ഞാൻ ഉച്ച വരെ, നിങ്ങൾ കണ്ടതാണ് ഏത് സമയത്താണ് ഞാൻ ഇരുന്നതെന്ന്, ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചതാണ്. രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാതെ 2-2:30 വരെ ഞാൻ അതിന്റെ അടുത്ത് തന്നെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി ഓരോരുത്തരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിയുമ്പം ഓരോരുത്തരായിട്ട് അയ്യോ എനിക്കിത് ഓപ്പൺ ആവുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് അത് നോക്കുന്നു, അപ്പൊ എന്റെ സമയത്തിന് ഒന്നും വാല്യൂ ഇല്ല. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് തരാനുള്ള പോയിന്റ്സ് പുറകോട്ടാവുന്നു. അപ്പൊ ഈ ടീച്ചർ ഇന്നിപ്പോ മെസ്സേജ് അയച്ചേക്കുന്നു, എനിക്ക് ഇത്ര ലിങ്ക് കാണുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്താണ് തീരുമാനം എന്ന് പറയണം, ലെഫ്റ്റ് ആവുന്നുണ്ടോ, ഗ്രൂപ്പിൽ തുടരാനാണോ എന്നൊക്കെ ഉള്ളത് കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട്. അതിനും മറുപടിയില്ല. ഇന്ന് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല. അപ്പൊ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കട്ടെ, എനിക്ക് ആരുടെയും ഫീസ് അല്ലാതെ വേണ്ട, ഇപ്പൊ കണ്ട കാര്യങ്ങൾ അനുസരിച്ച് ഫീസ് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള ആളല്ല. ഇപ്പൊ ഫീസ് അല്ല എന്റെ പ്രശ്നം, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. വേറെയും 1-2 പേരുണ്ട് അസുഖമാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഗ്രൂപ്പില് റിമൂവ് ആയിട്ട് പിന്നെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അനക്കമില്ല. പിന്നീട് അസുഖം മാറിയോ എന്തെങ്കിലും നമ്മളോട് പറയണ്ടേ, അവർക്ക് കയറാൻ പറ്റാത്ത എന്താ, മറുപടി അയക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഫോൺ കാണുന്നതാണ്, ഒരു റിപ്ലൈക്ക് എത്ര സമയം എടുക്കും ഇല്ലേ? കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ടീച്ചറെ ഇന്നതാണ്, ഒന്നും വേണ്ട, ഐ എം നോട്ട് വെൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അയക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. അഖില ടീച്ചർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ അഖില ടീച്ചറെ, കേൾക്കാമോ? കേൾക്കാം ടീച്ചറെ. സോറി, ഉറങ്ങിപ്പോയി. ഇനിയിപ്പോ ഉറങ്ങാലോ. എടാ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഓക്കെ. അഖിലെ കിട്ടില്ലയോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആണോ?
ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെയാണ് ഓക്കെ ഓക്കെയാണ്. പറഞ്ഞോ, ഇവരോട് എക്സ്പീരിയൻസ് പറഞ്ഞോ, ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. ഇന്റർവ്യൂ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. മെയിൻ ആയിട്ടും ഞാൻ അന്ന് ടീച്ചറോട് പറഞ്ഞില്ലേ, നമ്മള് ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കയറിപ്പോയപ്പം അവരൊട്ടും തന്നെ ഭയങ്കര ഗൗരവഭാവമായിരുന്നു. ഒരു ചിരിക്കുന്ന ഒന്നുമില്ല. അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്നൊരു വിഷമം തോന്നിപ്പോയി. വിഷമം വന്ന് പറയാൻ പറ്റില്ല, അയ്യോ എന്താകുമോ എന്തോ എന്നൊരു ഇതായിപ്പോയി. പിന്നെ എന്ത് റിപ്ലൈ കൊടുത്താലും അവർ ജസ്റ്റ് ഇങ്ങനൊരു ഭാവമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടോ നെഗറ്റീവോ ഒന്നും ഒരു എക്സ്പ്രഷനും ഇല്ല. സ്ഥായിയായ ഒരു ഭാവമായിരുന്നു എല്ലാ കാര്യത്തിനും. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കുഴപ്പമില്ല. ആദ്യം തന്നെ ചോദിച്ചു എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു. പിന്നെ എന്തായിരുന്നു, എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഓരോ 10th മുതൽ ഇന്ന ഇന്ന സ്ഥലങ്ങളാ പഠിച്ചത്, ഇത്ര PG വരെ ചെയ്തു, ഇപ്പം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അപ്പൊ ചോദിച്ചു എന്താണ് ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ കുഞ്ഞിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു ക്ലാസ്സിൽ ഒരാൾ സംസാരിച്ചാലും എല്ലാവരും എഴുന്നേൽപ്പിച്ച് അടി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ LKG എന്ത് പഠിയാ അത്രയും ചെറുതില്, അതുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അപ്പൊ ശിക്ഷിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു. നമ്മൾ ശിക്ഷിക്കുന്നത് തെറ്റല്ല, പക്ഷെ ന്യായമായ കാര്യങ്ങൾക്ക് അത് ഭയങ്കര ക്രൂരത അല്ലാത്ത രീതിയിൽ ശിക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ പറഞ്ഞു ഇപ്പൊ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുഞ്ഞുങ്ങൾ അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അതെന്താ അടിക്കാത്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ റൂളുണ്ട്, കുഞ്ഞുങ്ങളെ അങ്ങനെ അടിക്കാൻ പാടില്ല എന്ന റൂളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പഠിപ്പിക്കുന്ന പ്രൈവറ്റ് സ്കൂളല്ലേ, അപ്പൊ ഗവൺമെന്റ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും നമ്മളെ വ്യത്യാസം ചോദിച്ചായിരുന്നു. അപ്പൊ മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ അപ്പം ടീച്ചർ പറഞ്ഞു അതിന് മുന്നേ ചോദിച്ചായിരുന്നു ഡിഗ്രി ഏതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു BA ഇംഗ്ലീഷ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ചോദ്യം വന്നത്, വ്യത്യാസം ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രൈവറ്റ് സ്കൂളിൽ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസിനാണ്. കാരണം ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ പേരൻസ് ആണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കുന്ന അതാ, കുഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് നന്നായിട്ട്, അവന്റെ റൈറ്റിംഗ് സ്കില്ലും സൂപ്പർ ആണെങ്കിൽ അടിപൊളിയാ, അതിലവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അപ്പൊ പേരൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന ഇതാണ് അവരുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റിംഗ്, അത് രണ്ടും. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും മൂല്യങ്ങൾ, കുട്ടികളിൽ നല്ല മൂല്യങ്ങൾ ഉണ്ടാക്കാനാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ പേരൻസിനെ ബോധിപ്പിക്കാനല്ല, അല്ലാതെ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ജീവിതം മൂല്യങ്ങൾ ഉണ്ടാക്കുന്നതാണോ അതോ ഇംഗ്ലീഷ് സ്പീക്കിങ്ങും റൈറ്റിംഗ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യുന്നതാണോ പ്രധാനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രണ്ടും വേണം. കാരണം ഒരു സൊസൈറ്റിയിൽ നല്ലൊരു വ്യക്തിയായി മാറണമെങ്കിൽ നല്ല മൂല്യങ്ങളും ഉണ്ടാവണം, അതുപോലെ തന്നെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് നമുക്ക് എന്തായാലും സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് റൈറ്റിംഗില് എഡിറ്റിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോഴത്തേക്കും അത് ഇങ്ങനെയാ ചോദിച്ചേട്ടോ, ഗവൺമെന്റിന്റെ എന്തോ ഒരു ഇത് പദ്ധതി പ്രകാരം അങ്ങനെ പൊതുവിദ്യാലയങ്ങളില് റൈറ്റിങ്ങിലുള്ള എഡിറ്റിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് ആ രീതിയിലാ ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. അത് പൊതുവിദ്യാലയങ്ങളിലെ അങ്ങനെ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴത്തേക്കും കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ചിന്തിച്ചിങ്ങനെ നിന്നില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു സോറി മാം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ റീഡിങ്ങിലെ എഡിറ്റിംഗ് സ്കിൽസ് സ്കിൽസ് അല്ല സ്റ്റെപ്സ് എന്തൊക്കെയാണ് അങ്ങനെ ചോദിച്ചു. അപ്പോ അതും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇനി നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ആശയാവതരണ രീതിയല്ലേ, ആശയം അവതരിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വാക്കിലേക്കും അത് കഴിഞ്ഞ് അക്ഷരങ്ങളിലേക്കും ആ ഒരു രീതിയിലല്ലേ ഇപ്പൊ പോകുന്നത്, അപ്പൊ അതാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അപ്പൊ ആ സാറ് പറഞ്ഞു ടീച്ചറെ ഓക്കെ മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ ഇത്. എന്നിട്ട് തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു ഇത്ര പെട്ടെന്നോ, ഒരു 5 മിനിറ്റെങ്കിലും ആയോന്ന് എനിക്കറിയില്ല. ഓക്കെ താങ്ക് യു സർ, താങ്ക് യു മാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എത്ര ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു ഇതായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പോയി. അഖിലയും കുറെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. ആദ്യമേ ചോദിച്ചത് ആളാണ്, അന്വേഷിച്ചു, പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല.
ഫസ്റ്റ് അന്വേഷിക്കുന്നത് അഖിലയാണ് എന്നോട്. ആ പക്ഷെ ജോയിൻ ചെയ്തത് റീസെന്റ്, അത് കഴിഞ്ഞിട്ടും ലേറ്റ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. ഫോളോ ജോയിൻ ചെയ്ത ടൈമില് ആക്റ്റീവായിട്ട് തുടങ്ങി. പക്ഷെ എനിക്ക് അത്രയും അതുപോലെ പോകാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അഖിലയുടെ കുഴപ്പം കൊണ്ടല്ല. എന്നാലും എവിടെയൊക്കെയോ ഒരു പിന്നെ നന്മയുള്ളത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ വിശ്വാസം കളയാതിരിക്കുക. എന്താണ്, നമ്മളെ ഡിപ്രസ്ഡ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ തളരാതെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും. ഏത് സമയത്ത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടല്ലേ, ഒന്ന് ഡൗൺ ആണെന്ന് തോന്നുമ്പോഴേ വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ ടീച്ചറെ മച്ച്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. ആദ്യം അഖില ടീച്ചർ നന്നായിട്ട് ആദ്യം ആ പറഞ്ഞതെല്ലാം നല്ല നല്ല ആശയം നന്നായിട്ട് അവതരിപ്പിച്ചായിരുന്നു കേട്ടോ. നല്ല കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ പക്ഷെ റീഡിങ്ങിന്റെ എനിക്ക് കാര്യം ഒക്കെ ചോദിക്കുന്നതേ, നമ്മളില്ലേ സൈലന്റ് റീഡിങ്, ലൗഡ് റീഡിംഗ് ഒക്കെ സ്റ്റെപ്പുകളില്ലേ. അപ്പൊ LP തലത്തിലെ സ്റ്റെപ്പ് നോക്കിയിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റൂ. ഹൈസ്കൂളിലൊക്കെയാണ് ആദ്യം സൈലന്റ് റീഡിങ്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. UP-യിലാകുമ്പോൾ മോഡൽ റീഡിങ്, അല്ല LP-യിലാകുമ്പോൾ മോഡൽ റീഡിങ്ങും പിന്നെ പിന്നെ ലൗഡ് റീഡിങ്, സൈലന്റ് റീഡിങ്, ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അത് കറക്റ്റ് നോക്കിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എഡിറ്റിംഗ് ടീച്ചറിന് പിന്നെ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി അല്ലേ. ആണാണ്, കാരണം ആ ക്ലാസ്സിൽ സമയം നമ്മൾ അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇത് പ്രത്യേകിച്ചും ചോദിച്ച ഇങ്ങനെ പൊതുവിദ്യാലയങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഉല്ലാസ ഗണിതം പോലെ ഇനി എന്തെങ്കിലും പദ്ധതിയായിട്ടാണോ? ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഇത് ഉണ്ടാവുമോ? അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു 1 വർഷത്തിൽ കൂടുതലായി ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ അത്രയും നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ആത്മവിശ്വാസം പോകാതെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. വലിയ കുഴപ്പമില്ലാതെ ഇനി അടുത്തതിനും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് വന്നതിൽ വളരെ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇന്ന് ഇച്ചിരി ഫ്രീ ആയപ്പോഴേ ഇങ്ങനെ ഉറങ്ങിപ്പോയി. പ്രയറിനിരുന്നേ അമ്മയുടെ ഒക്കെ കൂടെ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് സമയം നോക്കി ഗ്രൂപ്പ് കഴിയോ, അങ്ങനെ പെട്ടെന്ന് ജോയിൻ ചെയ്തതായിരുന്നു. ഓക്കെ, താങ്ക് യു. ശരിയടാ എന്നാ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അപ്പോഴേ നിങ്ങള് എല്ലാരും ഓക്കെ ആണോ? ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞോ. ടീച്ചറെ, ആ എഡിറ്റിങ്ങിനകത്തിലെ നമ്മുടെ തീമാറ്റിക് എഡിറ്റിംഗ്, സിന്റാറ്റിക് എഡിറ്റിംഗ്, ആ എഡിറ്റിംഗ് അല്ലേ ചോദിക്കുന്നത്? അത് ആ ടീച്ചറിനോട് ഏത് തരത്തിലാ ചോദിച്ചതെന്ന് അറിയത്തില്ല. എഡിറ്റിങ്ങുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അത് പറയാറ്. ഇനി അല്ലാതെ ഇപ്പൊ ഒരു റൈറ്റിങ്ങിന്റെ രീതിയിൽ ഉള്ള എഡിറ്റിംഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ മെത്തേഡുകൾ ഉണ്ടല്ലോ. നമ്മൾ കുട്ടിയെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നു, അത് ഹാൻഡ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കുട്ടിയെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, പിന്നെ എന്നിട്ട് അതിലേക്ക് ഒന്നുകൂടി പോകുന്നു. അത്തരത്തിലുള്ള എഡിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് ആ ഹാൻഡ് ബുക്ക് നോക്കി രണ്ടിന്റെയും ചോദ്യം ഉണ്ടാക്കി ആ ചോദ്യം അനുസരിച്ച് ആൻസറിലേക്ക് ഞാൻ അത് ചെയ്തു തരാം. ഓക്കെ, മറ്റേത് തീമാറ്റിക് എനിക്ക് എഡിറ്റിംഗ്, തോന്നുന്നു ആ ടീച്ചർ ഇംഗ്ലീഷ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത് ചോദിച്ചേന്ന് തോന്നുന്നു. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്, അതല്ലേ നിങ്ങൾക്ക്? അതെ അതെ, ടീച്ചർ ഇംഗ്ലീഷ് ആണ്. എഡിറ്റിംഗിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് ചോദിക്കും. അത് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹാൻഡ് ബുക്കിന്റെ മുഖഭാഗത്ത് 2 തരവും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്നുകൂടി അതിലോട്ട് പോയി നോക്കിയാലേ എനിക്കും പറയാൻ പറ്റും. അപ്പൊ അതങ്ങനെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്ഷൻ അതിനകത്ത് വരുമോ? നോട്ട്ബുക്ക് കറക്ഷൻ ആ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആ ടീച്ചറെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഇംഗ്ലീഷിൽ എത്ര തരം എഡിറ്റിംഗ് ഉണ്ടെന്ന് ചോദിച്ചാലാണ് നമ്മൾ ഈ തീമാറ്റിക് എഡിറ്റിംഗ്, സിന്റാറ്റിക് എഡിറ്റിങ്ങും അങ്ങനെ ഓരോന്നും പറയേണ്ടത്. ഓക്കെ, പിന്നെ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും? നിങ്ങൾ ഓക്കെ ആണോ? എല്ലാം ഫോളോ ചെയ്യാൻ ഓക്കെ ആണോ? നിങ്ങൾ അല്ലാതെ പ്ലാറ്റ്ഫോമിൽ ഓക്കെ ആണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഈ അൻഷാദ് ഞാൻ ഇനി മേലെ അഡ്മിറ്റ് ചെയ്യത്തില്ല കേട്ടോ, അവനവന്റെ പേരിലല്ലെങ്കിൽ. എല്ലായിടത്തും ആ ഒരു അഡ്രസ്സാ കിടക്കണേ ടീച്ചറെ, അതാ മാറ്റാത്ത. പേര് മാറ്റി നമുക്ക് ഗൂഗിളിൽ മെയിൽ ID വെച്ചിട്ടല്ലേ എടുക്കുന്നേ. അപ്പം അങ്ങനെ എടുക്കാൻ പറ്റും, ഒന്ന് നോക്കണേ. അല്ലെ നെയിം ചേഞ്ച് ചെയ്യണം. ഓക്കെ, വേറെ ഒരാളും ഉണ്ട്. അൻഷ ടീച്ചറെ പിന്നെ അങ്ങ് പഠിച്ചു.
അതുകൊണ്ടാ ഞാൻ സ്വന്തമായിട്ട് ഇടയ്ക്ക് കേറാറില്ലേ പേരില്ലാത്ത രണ്ടുപേർ. എനിക്ക് 8 മണി മുതൽ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണ കാരണം കൊണ്ടിട്ട് ആ ടൈമിൽ കേറാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അവരുടെ പേരിൽ മിക്കവരും അതാണ് കുട്ടികളുടെ പേരിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നാളെ കണ്ടാ പോരെ? നിങ്ങൾക്ക് ഇവര് വന്ന് സുമിത് ചേച്ചി പറഞ്ഞോ. ഓക്കെ ടീച്ചറെ, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പം നമുക്കൊരു ഉത്സാഹമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡിസ്കഷനിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റാതിരിക്കുവാണല്ലോ. അതെ, അന്നേരം അത് കുറച്ചുകൂടെ പ്രയോജനപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വേറെ ക്ലാസ്സുകളിൽ പോകുമ്പം ഇങ്ങനെ ഒരു ഡിസ്കഷനുള്ള അവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, അങ്ങനെ നമ്മുടേതായ സൗണ്ട്. എനിക്ക് എന്റെ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് വല്ലാത്ത വിഷമമായിരുന്നു. സാധാരണ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കേൾക്കുന്ന സ്വഭാവം ഇല്ലാത്തേ, ഇപ്പം പിന്നെയും കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടൊന്നും ശരിയായിട്ടില്ല. ഇന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്തായാലും ഇന്ന് ഞാൻ ചെയ്തില്ല. ഇന്ന് ഇട്ടിട്ടില്ല. ചെയ്ത് കുറെ സമയം നോക്കി ഡിലീറ്റ് ചെയ്ത് പിന്നെ കുറെ സമയം നോക്കി ഡിലീറ്റ് ചെയ്ത്. പിന്നെ ഓക്കെ ആവുന്നില്ല എന്ന് കണ്ടാൽ ആ വോയിസ് അങ്ങ് ഇടുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളിപ്പോ 2-3 തവണ ശ്രമിച്ചിട്ടും അടുത്തതിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ലാസ്റ്റ് അങ്ങ് ട്രൈ ചെയ്തങ്ങ് ഇടണം, ചെയ്യാതിരിക്കരുത്. എന്നിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പറയാം, സംസാരിച്ച് നമുക്ക് മാറ്റാം. പിന്നെ ഞാൻ പറഞ്ഞോ ശ്രീ ടീച്ചറെ. ഇന്നലെ അങ്ങനെ ഇട്ടത് ലാസ്റ്റ് ശ്രീ ടീച്ചറെ, ടീച്ചറെ ആരോടെങ്കിലും ഇതുവരെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. സാരമില്ല, അങ്ങനെ വീണ്ടും നോക്കുന്നൊന്നുമില്ല ടീച്ചറെ, എഴുതിയാ മതി. ബയോഡറ്റിക് വെക്കാവല്ലോ ജില്ലയോ? ബയോഡറ്റിക് അതിലങ്ങ് വെക്കാവല്ലോ ജില്ലയോ ടീച്ചറെ ചോദിക്കുന്നത്? വെച്ചോ ടീച്ചറെ, ഞാനിതുവരെ നോൺ എഴുതി. എഴുതിക്കോ ടീച്ചറെ, അതൊന്നും അവര് നോക്കുന്നില്ല. പിന്നെ എക്സ്ട്രാ നമ്മൾ പുതുതായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എഴുതി, ഇപ്പം നമ്മുടെ സുധിൻ ടീച്ചർ ഒരു കഴിഞ്ഞ ഇന്റർവ്യൂവിന്, ഈ ഇന്റർവ്യൂ അല്ല അതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ടീച്ചർ ഫ്ലവേഴ്സ് ഷോയിൽ അങ്ങാണ്ട് എന്തോ പാചകം റിലേറ്റഡ് എന്തോ മത്സരത്തിന് പങ്കെടുത്തിരുന്നു. അപ്പൊ അത് ബയോഡേറ്റയിൽ വെച്ചപ്പോ ഇതൊക്കെ ഉള്ളതാണോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് പോയത്. എന്റെ കയ്യിലുണ്ട് സർ, കാണിക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട, അപ്പൊ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോൾ കയ്യിലുണ്ടെന്ന് അറിയാമല്ലോ, വേണ്ട ചോദിച്ചതേ ഉള്ളൂ, കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്കും കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. പക്ഷെ ഇത് നമ്മുടെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലൊന്നും അവരിപ്പം നിലവിൽ അങ്ങനെ നോക്കുന്നില്ല. അത് എഴുതാം, ഉള്ളതാണെങ്കിൽ നമുക്ക് എഴുതാം, നമ്മൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ കേട്ടോ. ഓക്കെ ടീച്ചറെ, ഞാനും അങ്ങനെ 2 മാസത്തേക്കിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് എഴുതുന്നതിന് കുഴപ്പമില്ല? ഇല്ല ടീച്ചറെ, 10 ദിവസമാണെങ്കിലും എഴുതാം. പക്ഷെ അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്താൽ മതി ഇത്ര ദിവസം എന്ന്. എന്നോട് ഇങ്ങനെ ഞാൻ എഴുതിയപ്പോ എന്നോട് എത്ര മാസം എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത്, എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇച്ചിരി വീക്കാ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുന്ന കാര്യത്തിൽ ഞാൻ എഫേർട്ട് എടുക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ, അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് സാരമില്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് നിങ്ങളെ കൂളാക്കാൻ വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയും. മറ്റു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ടീച്ചറിനെ കണ്ടെത്താൻ വൈകി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം. അല്ല, അത് എനിക്കൊരു വിഷമം ഉണ്ട്. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളുടെ കാര്യത്തിൽ. എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പറ്റുന്നില്ല. 2 തരത്തിലെ ആളുകൾ നിൽക്കുമ്പോൾ നമുക്കറിയാലോ, നിങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പുതിയ കുട്ടികളും പഴയ ആളുകളും നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ഇല്ലാത്തൊരവസ്ഥയാണോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ട് എനിക്ക്. അതെ, ഞാൻ എപ്പോഴോ 2-3 മാസം മുൻപ് എങ്ങാണ്ട് ടീച്ചറിനെ കണ്ടിരുന്നു, ഒരു വീഡിയോ കണ്ടു. പക്ഷെ എന്റെ അതങ്ങ് വിട്ടുപോയി അത്. പക്ഷെ പിന്നെ ഈ 2-3 ആഴ്ച മുമ്പിട്ടാണ് അതൊന്ന് കാണുകയും പിന്നെ ജോയിൻ ആവണം അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. കണ്ടു എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഡിസ്കഷനും വരുന്നത് ഭയങ്കര ഒരു മാറ്റം ഉണ്ടാക്കും. എന്റെ ഭാഗ്യമാണ്. പലയിടത്തു നിന്നുള്ള ആളുകളില്ലേ, എനിക്കും വെറുതെ ഇരിക്കണ്ടല്ലോ, നിങ്ങളോട് സംസാരിക്കാലോ. എനിക്കന്ന് സംസാരിക്കാൻ അധികം ആളില്ല. കൊണ്ടുപോകണം ടീച്ചറെ, മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ യൂട്യൂബ് ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കണം, എല്ലാവരും ഒന്ന് കാണട്ടെ, അറിയട്ടെ. അതെ, ചെയ്യാൻ പോപ്പുലർ ആവണം. ചെയ്യാൻ ടീച്ചറെ, സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒത്തിരി ഉപകാരമുണ്ട് ടീച്ചറെ. കാരണം ഞാന് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കയറിയതാണ്. പക്ഷെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരണേലും നമുക്ക് ഇതുപോലുള്ള ഡിസ്കഷൻസ് ഭയങ്കരമായിട്ട്
ഉപകാരം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ടീച്ചറായിട്ട് കയറിയില്ലെങ്കിൽ കൂടി മറ്റുള്ള തരത്തില് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത്തരം ഒരു ക്ലാസ്സുകൾ. ഞാൻ അതാണ് ടീച്ചറെ ഉദ്ദേശിക്കുന്നത്. ചിലരുടെ ചിന്താഗതി നമ്മളെ കൊണ്ട്, ഞാൻ പൂർണ്ണമായി ശരിയാണെന്നല്ല എങ്കിലും എനിക്ക് എന്നിലൊരു ഇതിനെ ഞാനൊരു തൊഴിലായി അല്ല കാണുന്നതെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം അതുപോലെ പലരും ചിന്തിക്കട്ടെ. അതെ, വാക്കുകള് പിന്നെ നമ്മുടെ പിന്നെ ഒരു പല രീതിയിലും നമ്മളെ പിന്നെ എന്താണ് പറയാ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് പലതും ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം ടീച്ചറെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പേഴ്സണലിയും കൂടെ മെസ്സേജ് അയക്കുക. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, അത് എനിക്കൊരു സന്തോഷമുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. കൃത്യമായി എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം. എന്തെങ്കിലും ഒരു അതൃപ്തി ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചറെ പറ്റുന്നില്ല, ഒന്നുകൂടെ ഒന്ന് നോക്കണേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുക. പിന്നെ ശ്രീ ടീച്ചറിന് ഭയങ്കര ടെൻഷനുണ്ട്. ഇംഗ്ലീഷ് ഡിഗ്രി അല്ലേ, PG ഇല്ലല്ലോ? ഇല്ല ടീച്ചറെ, ഡിഗ്രിയാ. നല്ല ടെൻഷനുണ്ട് എനിക്ക്. അത്ര ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അത്രത്തോളം അത് ഒന്നുമില്ല. ടീച്ചറെ, ഞാനിതെല്ലാം ഇംഗ്ലീഷിൽ വന്നതെല്ലാം ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തെല്ലാം ഞാൻ 1-2 റൗണ്ട് പോയി. പക്ഷെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീണ്ടും എനിക്ക് ആൻസർ എന്റെ വായിൽ വരുന്നില്ല, മറന്നു പോവുക ഞാൻ വീണ്ടും. ഇതെന്നല്ല, ഇവിടെ എല്ലാം അങ്ങ് മറന്നു പോവുക. അപ്പൊ എനിക്ക് വീണ്ടും എനിക്ക് വിഷമവും വരുന്നുണ്ട്. ഒരു കാര്യമില്ല, അറിയില്ലെങ്കിൽ അറിയില്ല, അവർക്കറിയാം നമ്മൾ ആ സമയം ടെൻസ്ഡ് ആണ്, അറിയുന്ന കാര്യങ്ങൾ പോലും പറയാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. അഖില ടീച്ചറെ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോണേ കേട്ടോ. ഓക്കെ, പിന്നെ നെറ്റ് കളയണ്ട. ശ്രീ ടീച്ചറെ പിന്നെ ടെൻസ്ഡ് ആവണ്ട, യാതൊരു കാര്യവും ഇല്ല. ഡിഗ്രിയാണ്, എന്നോടൊക്കെ PG ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ വേറൊരു ലെവലിലേക്ക് ചോദിച്ചത്. അപ്പം അത്രയും ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ ഈ ചോദിക്കുന്നതിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. നമ്മൾ ടെൻസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ ടീച്ചർ ടെൻസ്ഡ് ആയാലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ എനിക്കത് അങ്ങോട്ടേ ഇതൊന്നല്ല, വേറൊരു ടോപ്പിക്ക് പഠിച്ചു വെച്ചാലും അങ്ങോട്ട് പെട്ടെന്ന് മെമ്മറിലോട്ട് വരുന്നില്ല. അത് എന്താണെന്ന് അറിയത്തില്ല. അത് നമ്മൾ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ പേടിക്കുന്നത് കൊണ്ടാണ്. എനിക്കൊക്കെ ആ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഹൈസ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഭയങ്കര ചിന്തയായിരുന്നു. പിന്നെ എനിക്ക് പറ്റില്ല എന്നൊരു തോന്നലായിരുന്നു. പിന്നെ കുട്ടികളോട് എങ്ങനെ കാരണം അതും 10th ഒക്കെ അല്ലേ കുഞ്ഞുങ്ങള് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്റെ വിജയം എന്ന് എനിക്ക് തോന്നിച്ചത്, ഞാൻ ചെന്നപ്പോ എനിക്ക് ഒരു ക്ലാസ്സിന്റെ ചുമതലയെ തന്നുള്ളൂ. അടുത്ത വർഷം എനിക്കത് 2 ക്ലാസ്സിലേക്ക് ചുമതല തന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ഓക്കെ ആണല്ലോ. അതുമല്ല, നമുക്ക് അറിയില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്ത് പഠിപ്പിക്കും. അത് വളരെ വ്യത്യാസം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ടീച്ചർ ടെൻഷൻ ആവണ്ട. അറിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ അത് അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആയിക്കോളും. അറിയാത്ത കാര്യങ്ങൾ ടീച്ചർ തന്നെ സ്വയം ഒന്ന് വർക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഇതിൽ പലരും യൂട്യൂബിലാണെങ്കിലും അല്ലാതെയും പലരും ചില ചോദ്യങ്ങൾ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ ഗ്രൂപ്പിൽ ചോദിക്കുന്ന സമയം മതി നിങ്ങൾ ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നോക്കുമ്പോഴേ ഉത്തരം വരും. അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തി ആ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് അവർക്കും കൂടി ഒന്ന് ഇട്ടുകൊടുത്ത്, ഞാൻ ഇന്നതൊക്കെ കണ്ടു, നിങ്ങളിവിടെ വായിക്കേ എന്ന് പറയാം. നേരത്തെ ആ ആവേശം പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്ന രീതിയൊക്കെ ഇച്ചിരി കുറവായി. അപ്പൊ അതങ്ങനെ അല്ലാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. ഒരാൾ ഒരു തവണ ഒരു ചോദ്യം ഇടുക, അതേക്കുറിച്ച് സംസാരിക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇട്ടോളൂ. അതൊരു ടൈം വെച്ചിട്ടിടുക. പിന്നെ നിങ്ങൾ തന്നെ അത് നിശ്ചയിച്ച് നിങ്ങൾക്ക് തന്നെ ആ കൃത്യം ഒരു സമയം ഇടുമ്പോൾ എല്ലാവരും ആ ടൈമിൽ ഒന്ന് കയറി ഗ്രൂപ്പ് നോക്കും. വാരി വലിച്ച് പലപ്പോഴും ഇടുമ്പോൾ ആർക്കും ഒന്നും കിട്ടാതാവും. ഗോൾഡൻ ബാച്ചിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഇട്ടു പോവുക. ഓക്കെ ശരി. ഓക്കെ ടീച്ചർ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ.